നമസ്കാരം. പൊതുജനാരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല. ആരോഗ്യരംഗത്തെ കേരള മോഡൽ എന്നത് മേനി നടിക്കലുമല്ല. ഒരു ജനസമൂഹം എന്ന നിലയിൽ കേരളീയർ ഒന്നാകെ കൈകോർത്ത് എത്തിപ്പിടിച്ചതാണ് ഈ നേട്ടങ്ങൾ. കേരളത്തിൻ്റെ ഈ അഭിമാന മോഡൽ തച്ചു തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷവും ഒരുപറ്റം മാധ്യമങ്ങളും. വയനാട് ദുരന്തബാധിതരുടെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ട് അത് അണ്ണൻ തരുമെന്ന് പറയുന്നവരും, ഒരായുസ് മുഴുവൻ കോൺഗ്രസ്സുകാരനായി ജീവിച്ചിട്ടും നേതാക്കളുടെ ചതിയാൽ ജീവിതമൊടുക്കിയ വയനാട്ടിലെ വന്ധ്യവയോധികൻ എൻ.എം. വിജയൻ്റെ കുടുംബത്തിൻ്റെ കടം വീട്ടാമെന്ന് പറഞ്ഞിട്ട് കൈമലർത്തി കാണിക്കുന്ന ക്യാപ്റ്റന്മാരും മേജർമാരും ഉറഞ്ഞു തുള്ളുന്നത് ആർക്കു വേണ്ടിയാണ്? അശരണരും പാവങ്ങളുമായ അനേക ലക്ഷം കുടുംബങ്ങൾക്ക് അത്താണിയാകുന്ന പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർത്ത് സ്വകാര്യ മേഖലയ്ക്ക് പരവതാനി വിരിക്കാനാണോ, അതോ അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കനകോലു തന്ത്രമാണോ ഈ വ്യാജ പ്രചാരണങ്ങൾ? ന്യൂസ് ആൻഡ് ന്യൂസ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM നേതാവ് VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ എന്നിവരാണ്. സ്വാഗതം മൂന്നു പേർക്കും. സ്വാഭാവികമായും കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു ദാരുണ സംഭവം, അതിൻ്റെ നടുക്കത്തിലാണ് കേരളം. അതിൽ സ്വാഭാവികമായ ചില ഇടപെടലുകൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും വേണം. പക്ഷേ ഒരു ചെറിയ സംഭവത്തിൻ്റെ പേരിൽ, സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവത്തിൻ്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ തെരുവോരങ്ങളെ അക്രമത്തിൻ്റെ വേദിയാക്കി മാറ്റുന്ന യൂത്ത് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ നുണപ്രചരണങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കെതിരെയും പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിപക്ഷവും ഒരുപറ്റം മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. വസന്ത്, എന്താണ് നിങ്ങളുടെ പുറപ്പാട്? അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങയുടെ ഇൻട്രോയിൽ അങ്ങ് പറഞ്ഞതുപോലെ, കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനുള്ള കനകോലു തന്ത്രമാണോ ഇത് എന്ന് ചോദിച്ചാൽ ആ തന്ത്രത്തിന് വശംവദപ്പെട്ട ചിലരുടെ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് പൊതുജനാരോഗ്യം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആശുപത്രികളാണല്ലോ. സ്വാഭാവികമായും അതിന്റെ താരപ്രചാരകരാവേണ്ടത് സർക്കാരും സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുമാണ്. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയതെന്ന് ഞങ്ങൾ വിമർശിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ചികിത്സ കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ പോയി മടങ്ങി വരട്ടെ, അദ്ദേഹം കൂടുതൽ ആരോഗ്യത്തോടു കൂടി മടങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ചില മന്ത്രിമാരുണ്ടല്ലോ, K. കൃഷ്ണൻകുട്ടി, അദ്ദേഹം കഴിഞ്ഞ മാസം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയ്ക്കായി പോയത്. ആയതുമായി ബന്ധപ്പെട്ട് ട്രഷറിയിൽ നിന്ന് ബില്ല് മാറിയെടുത്തിട്ടുണ്ട്. മന്ത്രി V. ശിവൻകുട്ടിയുടെ ചികിത്സ നടത്തിയത് തിരുവനന്തപുരത്തെ 5 സ്റ്റാർ ഹോസ്പിറ്റലാണ്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒഴിവാക്കിയത്? മന്ത്രി M. P. രാജേഷ് പാലക്കാട് നിന്ന് എറണാകുളത്ത് വന്ന് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ, ഈ ഹോസ്പിറ്റലുകളുടെ പേര് ഞാൻ പറയാത്തത് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇനി അങ്ങേക്ക് ആവശ്യമാണെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരാം. M. P. രാജേഷ് ചികിത്സ നടത്തിയത് 3 മാസം മുമ്പ് ട്രഷറിയിൽ നിന്ന് ബില്ല് മാറിയെടുത്തത് എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു 3 സ്റ്റാർ ഹോട്ടലിലാണ്. മന്ത്രി ആന്റണി രാജു, അദ്ദേഹം ആയുർവേദ ആശുപത്രിയിൽ പോലും പോയത്, സർക്കാർ ആയുർവേദ മേഖലയിൽ വലിയ മുന്നേറ്റം നമ്മൾ നടത്തിയിട്ട് പോലും അദ്ദേഹം ആയുർവേദ തിരുമും പിഴിച്ചിലും അടക്കമുള്ള കാര്യങ്ങൾക്ക് പോയത് സ്വകാര്യ ആശുപത്രിയിലാണ്. R. ബിന്ദു, ഇവരെല്ലാം ട്രഷറിയിലൂടെ ബില്ല് മാറിയെടുത്തവരാണ് കേട്ടോ. സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തി. അപ്പോ ഈ പറയുന്ന പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് അങ്ങുയർത്തുന്ന ആരോപണം, അങ്ങുയർത്തുന്ന ആശങ്ക ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അത്തരത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ തകർത്ത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ മേഖലയ്ക്ക് സംരക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇറങ്ങിപ്പുറപ്പെട്ട 3-4 പേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് R. ബിന്ദു, മന്ത്രി ആന്റണി രാജു, മന്ത്രി M. P. രാജേഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ. ഇവരെന്താണ് ഈ പൊതുജനാരോഗ്യ മേഖലയിലേക്ക് പോവാത്തത്? നമ്മൾ നമ്പർ വൺ എന്ന് പറയുമ്പോൾ ആ നമ്പർ 1ന്റെ ഏതാണ് സ്റ്റാർ ഹോസ്റ്റുകളാവേണ്ടവർ, താരപ്രചാരകരാവേണ്ടവർ, പ്രചാരണ ആയുധമാവേണ്ടവർ, അവർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്വകാര്യ ആശുപത്രി? ശരി, വസന്ത് ചോദിച്ച ചോദ്യം ശരിയാണ് വസന്ത്. പക്ഷെ ആദ്യം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വെറുതെ വിട്ടിട്ട് അദ്ദേഹം പോകേണ്ടതാണ്. പക്ഷെ ഇതിനകത്തൊരു മറുവശം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകർ സമൂഹത്തിൻ്റെ സ്വത്താണ്. അത് മുഖ്യമന്ത്രിയായാലും കോൺഗ്രസിൻ്റെ വസന്തിൻ്റെ നേതാക്കളായാൽ പോലും, K. സുധാകരൻ അടക്കം, ഉമ്മൻചാണ്ടി അടക്കം, ചെന്നിത്തല അടക്കം അമേരിക്കയിൽ നടത്തിയ ചികിത്സ തേടിയതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതൊന്നും നമ്മളടുത്ത് പരാമർശിക്കേണ്ട വിഷയമല്ല. ഈ ഒരു വലിയ ധാരണ പിശകുണ്ട് വസന്ത്. എന്താണ് ഈ പൊതുജനാരോഗ്യ സംവിധാനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നതും എങ്ങനെയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഈ ആരോഗ്യ സംവിധാനം അത്താണിയായി മാറുന്നതും എന്ന് മറ്റ് സംസ്ഥാനങ്ങളെ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഈ കേരള മോഡലിലൂടെ ഉണ്ടല്ലോ.
നിങ്ങൾ ഭരിച്ചപ്പോൾ കോൺഗ്രസ് ഈ കേരള മോഡലുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾ പല ഘട്ടങ്ങളിലും കുഴപ്പമുണ്ടാക്കി വെക്കുമ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പടി ഇവിടെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു എന്നാണ് ഒരുപക്ഷെ VPP മുസ്ലിം അടക്കമുള്ളവർക്ക് അത് മറുപടി പറയാനുണ്ടാകും. ഇവിടെ എന്താണ് ഈ കേരളം നേടിയെടുത്ത നേട്ടങ്ങളെന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഏതൊരു ആൾക്കും അഫോർഡബിളായ ചികിത്സാ സംവിധാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി അടക്കം പോയത് എന്തുകൊണ്ട് കെ സുധാകരൻ അവിടെ പോയി എന്നുള്ള ചോദ്യം ഇവിടുത്തെ LDF CPM-കാർ ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. ചോദിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. എന്തുകൊണ്ട് ചെന്നിത്തല പോയി എന്നുള്ളത്, എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി പോയി എന്നുള്ളത്, എന്തുകൊണ്ട് ആന്റണി പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അവർ മെച്ചപ്പെട്ട ചികിത്സ തന്നെ നേടേണ്ടവരാണ്. എങ്ങനെയാണ് ഈ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ലോകത്ത് സമ്പന്ന രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലേക്കുള്ള നേട്ടങ്ങൾ കേരളം പതിയെ പതിയെ ആ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം നേട്ടങ്ങളിലേക്ക് എത്തുന്നതിനുപരിയായി അടിസ്ഥാനപരമായി ഒരു പനി കൊണ്ടുപോലും ജനങ്ങൾ ബുദ്ധിമുട്ടരുത്, ജനങ്ങൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭിക്കണം. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്താൻ രണ്ട് പിണറായി സർക്കാർ മുൻ LDF സർക്കാരുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കിഫ്ബി അടക്കമുള്ള അവയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കാരുണ്യ പദ്ധതി അടക്കമുള്ളവയുടെ ഫണ്ടുകൾ കൃത്യമായി കൊടുത്തു തീർക്കുന്നു. ഇതെല്ലാമാണ് നമ്മൾ ഈ പറയുന്ന പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്. അതിനെ നിങ്ങളിപ്പോൾ വസന്ത് പറഞ്ഞതുപോലെ അവിടെ കെ കൃഷ്ണൻകുട്ടി പോയല്ലോ എന്ന് പറയുന്നത് പോലെ ഉള്ളതരം അല്പത്തരമുണ്ടല്ലോ. അത്തരത്തിൽ വൈദഗ്ധ്യമുള്ള ചികിത്സ ആവശ്യമുള്ള മേഖലകളിൽ പോയെന്നിരിക്കാം. അത് വസന്ത് സിറിയക്ക് വലിയ പൊതുപ്രവർത്തകനാണെങ്കിൽ, വസന്ത് സിറിയക്ക് ഒരു MLA ആകുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ അതിൻ്റെ ചുമതലയും ഈ കേരള സമൂഹം വഹിക്കുമെന്നേ. അങ്ങനെയാണ് ഈ പൊതുപ്രവർത്തകരെ കേരളം കാണുകയും ചെയ്തത്. പക്ഷേ VP മുസ്തഫയ്ക്ക് മറുപടി പറയാനുണ്ടാകും വസന്ത് പറഞ്ഞ ഈ കാര്യങ്ങൾക്ക്. തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ചില ഒന്നോ രണ്ടോ നേതാക്കൾ ഏത് ആശുപത്രിയിൽ ചികിത്സ നടത്തി എന്നുള്ളതാണോ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മാനദണ്ഡം? വസന്തേ, ഞാൻ എൻ്റെ നാട് തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അവിടെയുള്ളത് ഒരു താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയാണ്. അവിടെ ഡെന്റൽ സർജൻ ഉണ്ട്. എനിക്ക് പല്ലിന് കേട് വന്നു അവിടെ പോയി. പക്ഷെ അദ്ദേഹം പറയുകയാണ്, സർ ഇത് കുറച്ചുകൂടി വിദഗ്ധമായ ഒരു സർജറി തന്നെ വേണ്ടതാണ്, താലൂക്ക് ആശുപത്രിയിൽ അത് പറ്റില്ല. പിന്നെ ഞാൻ പോകേണ്ടത് എൻ്റെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ അപ്പുറത്തുള്ള കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിലാണ്. അവിടെ ഉണ്ട്, ഗവൺമെന്റ് ആശുപത്രി തന്നെ ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ. പക്ഷെ 30 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് പയ്യന്നൂരിൽ ഒരു സ്വകാര്യ ക്ലിനിക്ക് ഇത് ലഭ്യമാണ്. അപ്പൊ ഞാനെന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ നമ്മളെല്ലാം പൊതുപ്രവർത്തകരായാൽ പോലും ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന അവിടെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി വിദഗ്ധമായ ഒരു ചികിത്സയാണ് ഞാൻ കാണിച്ച രോഗത്തിന് വേണ്ടത് എന്ന് വരുമ്പോൾ 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ജില്ലാ ആശുപത്രിയിൽ പോകുന്നതിനേക്കാൾ എനിക്ക് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ടൗണിലെ ആശുപത്രിയിൽ പോകാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുന്നു. ഇങ്ങനെയല്ലാതെ ഈ നേതാക്കൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവര് റെഗുലറായിട്ട് കാണുന്നത് പിണറായിയുടെ റെഗുലർ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആരാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാ. പക്ഷെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ റെഗുലർ ആയിട്ടുള്ള ചികിത്സ നടത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നല്ലേ. പിന്നെ അവര് വിദഗ്ധ ചികിത്സക്ക് വേണം എന്ന് പറഞ്ഞപ്പോഴല്ലേ സ്വിറ്റ്സർലാൻഡ് പോയതും ബാംഗ്ലൂരിൽ പോയതും എല്ലാം ചെയ്തിട്ടുള്ളത്. ശ്രീ കെ കൃഷ്ണൻകുട്ടിയും ശ്രീ MP രാജേഷും എല്ലാം ആദ്യം കാണുന്നത് ആരെയാ? ഇതുപോലെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരെ തന്നെയാണ്. നിങ്ങൾ MP രാജേഷിന്റെ കാര്യം പറഞ്ഞല്ലോ. MP രാജേഷ് കോവിഡ് കാലത്ത് കോവിഡ് വന്നയാൾ, അന്ന് മന്ത്രിയല്ല, ശരിയാണ്. പക്ഷെ അന്ന് അദ്ദേഹം MP ആയിരുന്നു. അദ്ദേഹം എവിടെയാ ചികിത്സ നേടിയത്? പാലക്കാട്ടെ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിലല്ലേ. അത്യന്തം അപകടാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ സാഹചര്യം അന്ന്. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും നേതാക്കൾ ഒരു ആശുപത്രിയിൽ പോയത് എടുത്തു പറഞ്ഞിട്ട് ഇവരൊന്നും പൊതുജനാരോഗ്യ മേഖലയെ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്താ നമ്മുടെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയുടെ നേട്ടം? 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ, 1000 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ ഗുജറാത്തിൽ 46 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. പ്രധാനമന്ത്രിയുടെ നാടാണ്. 46 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. ഉത്തർപ്രദേശിലും ബീഹാറിലുമെല്ലാം 1000 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ 40-ന് മുകളിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. അഖിലേന്ത്യാ ശരാശരി 1000 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ 28 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. എന്താ കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്? 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ 5.5 കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ദൗർഭാഗ്യവശാൽ മരണം സംഭവിക്കുന്നത്. വസന്തേ, നമുക്ക് എങ്ങനെയാണ് ഈ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്? അവിടെയാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മേന്മ എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ആയുർദൈർഘ്യം എത്രയാണ്? ദേശീയ ശരാശരി ആയുർദൈർഘ്യം 70 വയസ്സിനെടുത്ത് 68-70 വയസ്സിൽ നിൽക്കുകയാണ്. കേരളത്തിന്റെ ആയുർദൈർഘ്യം എത്രയാണ്?
75-76 വയസ്സിൽ നിൽക്കുകയാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തും ജീവിക്കുന്ന മനുഷ്യരെക്കാൾ 5-6 വർഷം കൂടുതൽ ആയുസ് ഈ കേരളത്തിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? അവിടെയാ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മേന്മ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അടിത്തട്ടിലുള്ള മനുഷ്യന് പോലും ഒരു സാമാന്യമായ ഉയർന്ന ആരോഗ്യ ജീവിത നിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് അവർ ആശ്രയിക്കുന്നത് ഈ സർക്കാർ ആതുരാലയങ്ങളെയാണ്, ഈ സർക്കാർ ആശുപത്രികളെയാണ്. അതിൽ തന്നെ ഇപ്പൊ നമുക്ക് വലിയ പദ്ധതിയുണ്ട്, ഹൃദ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ, APL ആവട്ടെ BPL ആവട്ടെ, 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഗുരുതരമായ രോഗം ബാധിച്ചാൽ അവർക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ഇല്ലെങ്കിൽ സർക്കാർ ചെലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കൊടുക്കും. അപ്പൊ പിന്നെ അത് സ്വകാര്യ ആശുപത്രിയെ പ്രോത്സാഹിപ്പിക്കലാണോ? വസന്ത, ഞാൻ ഇടപെട്ട ഒരു കേസാ. ജനിച്ച് ഒരു 2 മാസം പ്രായമായ ഒരു കുഞ്ഞിന് ഹൃദയത്തിന്റെ വാൾവിന് സുഷിരം, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അതിന് ചികിത്സയില്ല. എന്നാൽ സർക്കാർ ചെലവിൽ എറണാകുളത്തെ അമൃത ആശുപത്രിയിലാണ് ആ കുഞ്ഞിനെ ചികിത്സിച്ചത്. ഫുൾ ചെലവ് സർക്കാരാണ് കൊടുത്തത്. ഇത് സ്വകാര്യ ആശുപത്രിയെ പ്രോത്സാഹിപ്പിക്കലാണോ? ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അവിടെയാണ് ഇപ്പൊ ചികിത്സയുള്ളത്. അതാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം കാണിക്കുന്നത് ഇവിടെ തന്നെയാണ്, സർക്കാർ ആശുപത്രിയിൽ. പക്ഷെ അവിടെ ആ സുഷിരം ചെയ്യാനുള്ള സംവിധാനം നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ വിവാദമാക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ സൂപ്രണ്ട് നിങ്ങൾക്കിപ്പോ വില്ലനായി മാറിയ ഡോക്ടർ TK ജയകുമാറിന്റെ നേതൃത്വത്തിൽ എത്രയോ ഹൃദയ ശസ്ത്രക്രിയകൾ, എത്രയോ മനുഷ്യരെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ ലക്ഷങ്ങൾ നൽകേണ്ട ചികിത്സ കേവലം ആയിരങ്ങൾ മാത്രം ചെലവഴിച്ച ആളുകൾക്ക് നടത്തിപ്പോകാൻ വേണ്ടി കഴിയുന്നു. കിഡ്നി പ്ലാന്റേഷൻ എറണാകുളത്തെ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ ചെയ്യുകയല്ലേ, ഗവൺമെന്റ് ആശുപത്രിയിൽ. പുറത്ത് എത്ര പൈസ വേണം? 30 ലക്ഷം 40 ലക്ഷം ഒക്കെയാണ് പലർക്കും വേണ്ടി നമ്മളൊക്കെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ വരികയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ചില സൗകര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പം നേരത്തെ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഈ പൊതുജനാരോഗ്യ സംവിധാനം ഇപ്പൊ LDF ഗവൺമെന്റിന്റെ കാലത്ത് ആർദ്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക മിഷനായിട്ട് എടുത്ത് എന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. നേരത്തെ ഒരു 10 വർഷം മുമ്പൊക്കെ ആളുകൾ സർക്കാർ ആശുപത്രി പോകാൻ പ്രത്യേകിച്ച് ഈ ഒരു മധ്യവർഗ സംസ്കാരത്തിലുള്ളവർ സർക്കാർ ആശുപത്രി പോകാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. കാരണം അവിടെ ഒരു വല്ലാത്ത തരം നാറ്റമാണ്, വേണ്ടത്ര വൃത്തിയില്ല, ശുചിമുറികളെല്ലാം പലപ്പോഴും തകർന്നു കിടക്കുന്നു, വേണ്ടത്ര പരിചരണം കിട്ടുന്നില്ല. ഇതായിരുന്നു അവബോധം. ഇപ്പോ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രി പോകുന്നു. അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ക്യൂ കൂടുകയാണ്. ചിലപ്പോ കുറച്ചധികം സമയം ആളുകൾ ഇരിക്കേണ്ടി വരികയാണ്. അതല്ല ശ്രീ VPP മുസ്തഫ, അല്ല അതിനകത്ത് എനിക്കൊരു കൂട്ടിച്ചേർക്കലുണ്ട്. ഈ ക്യൂ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ മൊബൈൽ സംവിധാനം ഉപയോഗിച്ച് നേരത്തെ ബുക്ക് ചെയ്ത് SMS അയച്ച് കൃത്യസമയത്ത് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ശ്രീ VPP. അത് താങ്കൾ പറയാൻ വരുന്നു എന്നായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏതായാലും അതെ തീർച്ചയായും അത് തന്നെ ശ്രീ MJ ചന്ദ്രൻ, ഒരുപക്ഷെ വസന്ത് പറഞ്ഞ തുടക്കം തൊട്ട് താങ്കൾ കേട്ടിട്ടുണ്ടാകും. അതായത് നമ്മൾ ഈ പൊതുജനാരോഗ്യ സംവിധാനം വസന്ത് കൂടി ഉൾപ്പെട്ട പൊതുസമൂഹം വളർത്തിയെടുത്ത ഈ പൊതുജനാരോഗ്യ സംവിധാനം, അതിൻ്റെ മേന്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വസന്ത് അതിനെക്കൊണ്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാ. എങ്ങനെയാണ് നിങ്ങളുടെ മന്ത്രിമാർ തന്നെ ഈ അംബാസഡർമാരാകേണ്ട മന്ത്രിമാർ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്ന വളരെ ലളിതമായ ചില യുക്തികൾ കൊണ്ടുവന്ന് കാര്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. നേരത്തെ VPP മുസ്തഫ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ TK ജയകുമാർ എന്ന് പറയുന്ന സൂപ്രണ്ട് മുൻകാലങ്ങളിൽ നടത്തിയ, ഈ മാധ്യമങ്ങളും ഈ പ്രതിപക്ഷ നേതാക്കൾ അടക്കം തന്നെ അദ്ദേഹം നടത്തിയ ഹൃദയ ശസ്ത്രക്രിയയും അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെ ആകെ ശ്ലാഘിച്ചതാണ്. ഇത് വളരെ ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ അപ്പാടെ മറിയുകയാണ്. ഒരു വിഷയം എടുത്തിട്ട് കേരളത്തിൻ്റെ മൊത്തം ആരോഗ്യ സംവിധാനം പ്രശ്നമാണ്, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ പ്രശ്നമാണ്, കേരളത്തിലെ ജില്ലാ ആശുപത്രികൾ പ്രശ്നമാണ്. ഇവർ ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ വെറുതെ പറഞ്ഞതല്ല കനകോലു തന്ത്രം എന്നുള്ളത്. ആ കൃത്യമായി വസന്തിനും മനസ്സിലായിട്ടുണ്ട്. VPP മുസ്തഫ ചൂണ്ടിക്കാണിച്ച പഴയ ആശുപത്രികൾ കയറാൻ കഴിയാത്ത മൂക്കുപത്തി കയറാൻ കഴിയുന്ന ഒരു അവസ്ഥ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ കണ്ടതാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഈ വ്യാജപ്രചരണം ഏറ്റെടുത്ത മാധ്യമങ്ങൾ തന്നെ വാർത്ത ആക്കുകയും ചെയ്തതാണ്. ശ്രീ MJ ചന്ദ്രൻ, എന്തിനാണ് ഈ ഹാലിളക്കം എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ പുതിയ വിവരങ്ങൾ വരുന്നതനുസരിച്ച് നിരവധി വൻകിട സ്വകാര്യ കമ്പനികൾ കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ, വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഹാലിളക്കം? നമ്മളെ സംബന്ധിച്ചോളം, കേരളത്തിനെ സംബന്ധിച്ചോളം എന്താണ് ഈ പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്ത് എന്നുള്ളത് കാണുന്ന എന്നുള്ള ആ പദത്തിൽ തന്നെ വ്യക്തതയുണ്ട്, വളരെ വലിയ വ്യക്തതയുണ്ട്. നമ്മൾ പബ്ലിക് ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ, ഇല്ലേ? ഈ മറ്റേത് എന്ന് പറയുമ്പോൾ
താങ്കൾ ചോദിച്ച ആശുപത്രി സ്വകാര്യ മേഖലയിലുള്ള ആൾക്കാർ നേതൃത്വം നൽകുന്ന ആശുപത്രി എന്ന ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെക്കുറിച്ചും മറ്റൊന്ന് പബ്ലിക് ഹെൽത്തിനെ കുറിച്ചുമാണ് സംഭാഷണം. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഇൻഡസ്ട്രിയിൽ അതൊരു വ്യവസായ മേഖലയാണല്ലോ, അത് പൊതുജനാരോഗ്യവുമായി വരുന്നില്ലല്ലോ. അപ്പോൾ പൊതുജനാരോഗ്യവുമായി ബന്ധം വരുന്ന ആർക്കാണ്? അത് സർക്കാരിനാണ് ബന്ധം വരുന്നത്. കേരളത്തിന് അതിന് വളരെ വലിയ മഹിതമായൊരു പാരമ്പര്യം അഖിലേന്ത്യാ തലത്തിൽ തന്നെ നേടിയെടുത്തിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ പൊതുജനാരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന കൊടുക്കുകയും അതിനെ പ്രധാനപ്പെട്ടതാക്കുകയും ചെയ്ത ആൾക്കാരാണ് മലയാളികൾ. എല്ലാ സർക്കാരുകളും അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളതുമാണ് ആ രംഗത്ത്. പിന്നെ ഏതെങ്കിലും സർക്കാരിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അത് ചർച്ച ചെയ്യുന്നതും ശരിയല്ല. ഇടതുപക്ഷ സർക്കാരുകൾ കുറച്ച് കൂടുതൽ ഇടപെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, അതങ്ങനെ തന്നെ അംഗീകരിക്കുകയും വേണം. പക്ഷേ മറ്റ് സർക്കാരുകളും അക്കാര്യത്തിൽ അവരുടെ ഗണ്യമായ സംഭാവനകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പബ്ലിക് ഹെൽത്തായിട്ട് നിൽക്കുന്നത്. മറ്റേത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നതും അതുകൊണ്ടാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും വലിയ കൗശലം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പിന്നെ സിജു, അതെന്താണ് ഈ കൗശലം എന്ന് പറയുന്നത്? കൗശലം എന്ന് എളുപ്പത്തിൽ നമുക്ക് ബോധ്യപ്പെടാവുന്നൊരു കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഒരു രോഗി, അയാൾക്ക് രോഗം വന്നാൽ, എനിക്കോ നിങ്ങളിൽ ആർക്കെങ്കിലുമോ ഒരു രോഗം വന്നാൽ അത് പിന്നെ എവിടെ ചികിത്സിക്കണം, ഏത് ഡോക്ടറെ കാണണം എന്നൊക്കെ തീരുമാനിച്ച് അത് നടപ്പിലാക്കുന്ന ആൾ ഞാൻ മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണോ എന്ന് പറഞ്ഞാൽ രോഗി മാത്രമാണോ ഇതെല്ലാം തീരുമാനിക്കുന്നത്? അല്ലല്ലോ. ആ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം എന്ന് പറഞ്ഞാൽ രോഗി, ഡോക്ടർ, രോഗനിർണയം, ഹോസ്പിറ്റൽ, അനുബന്ധമായ ചികിത്സാ സംവിധാനങ്ങളൊക്കെ ചേർന്നിട്ടുള്ള വലിയ കാര്യക്ഷമതയുടേതായിട്ടുള്ള ഒരു ഏരിയയാണ് ആ പ്രക്രിയ എന്ന് പറയുന്നത്. അതൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയെ അങ്ങനെ തന്നെയാണല്ലോ കാണേണ്ടത്. അതിന് പകരം അതിൽ നിന്ന് ഒരാളെ മാത്രം അടർത്തിയെടുക്കുക. പിണറായി വിജയൻ നേരെ പോയി അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നൊരു കത്തും എഴുതി വാങ്ങിച്ച് അമേരിക്കയിലെ മേയോ ക്ലിനിക്കിൽ ചെന്നിട്ട് മേയോ ക്ലിനിക്കിലെ ഡോക്ടർമാരോട് എനിക്കിവിടെ അഡ്മിറ്റായി ചികിത്സിക്കണം എന്ന് തീരുമാനിച്ച് അവിടെ ചെന്ന് അഡ്മിറ്റാവുന്നു. സർക്കാരിൻ്റെ പിന്നെ പൊതുപ്രവർത്തകർക്കുള്ള അല്ലെങ്കിൽ MLAക്കുള്ള മുഖ്യമന്ത്രിക്കുള്ള സൗകര്യം ഉപയോഗിച്ച് പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് പണമെടുത്ത് അവിടെ എത്രയാണോ അതടച്ച് സംവിധാനം ചെയ്യുന്നു. ഇത്ര ലളിതമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആണോ? അങ്ങനെയാണെന്ന് വിശ്വസിക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണ് കെട്ടി അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി അങ്ങനെയാണ് പോയത്, അത് സമ്മതിക്കണം. സോണിയാഗാന്ധി മേയോ ക്ലിനിക്കിൽ അങ്ങനെയാണ് ചികിത്സിച്ചത്. AK ആൻ്റണി മേയോ ക്ലിനിക്കിൽ അങ്ങനെയാണ് ചികിത്സിച്ചത്. G കാർത്തികേയൻ അങ്ങനെയാണ് മേയോ ക്ലിനിക്കിൽ ചികിത്സിച്ചത്. ഈ കാര്യങ്ങളൊക്കെ കൂടെ അംഗീകരിച്ച് തന്നാൽ മതി. ഇവരെല്ലാം സ്വമേധയാ ഒരു റിപ്പോർട്ട് ഡോക്ടർമാരെ കൊണ്ട് എഴുതി തയ്യാറാക്കി നേരെ അങ്ങോട്ട് പറന്നിറങ്ങി അവിടെ തന്നെ ചികിത്സിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കതൊന്നും ബാധകമല്ല. പക്ഷെ ഒരുത്തനുണ്ട്, അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അയാൾ മാത്രം സകല തിന്മകളുടെ മൂർത്തിമത് ഭാവമാണ്. അയാൾ നേരെ സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ച് അവിടെ നിന്ന് മേയോ ക്ലിനിക്കിൽ അഡ്മിറ്റായി ചികിത്സ തേടുകയാണ് എന്നുള്ള ഈ വെള്ളം തൊടാതെ വിഴുങ്ങാൻ മലയാളികളെ കിട്ടില്ല. അതാണ് നഗ്ന സത്യം. അതിലൊരു സംശയമില്ലാതെ അടിവരയിട്ട് തന്നെ പറഞ്ഞു പോകേണ്ടതാണ് അത്തരം കാര്യങ്ങൾ. അതല്ലാതെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒരു വശത്ത് നിൽക്കുമ്പോൾ പബ്ലിക് ഹെൽത്ത് മറുവശത്ത് നിൽക്കുമ്പോൾ കേരളത്തിലെ പൊതുജനാരോഗ്യം ഇതാ തകർന്നടിഞ്ഞ് തരിപ്പണമായി കിടക്കുന്നേ. മന്ത്രിമാർ MB രാജേഷ്, എത്രയോ പേരുടെ പേര് പറഞ്ഞില്ല വസന്തിപ്പോൾ, അവരെല്ലാം സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് പൊതുജനാരോഗ്യത്തെക്കുറിച്ചാണ് നിങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് പരിഹാസം. അതിൽ നിന്ന് പുറത്തെടുക്കുന്ന കൗശലമാണ് ഞാൻ ഈ പറഞ്ഞ രോഗി തീരുമാനിച്ച് നടപ്പിലാക്കുന്നതാണ് ചികിത്സ മുഴുവനും എന്നുള്ള ഏകപക്ഷീയമായ ഊന്നൽ. ഇത് നമ്മുടെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ മാത്രമല്ല നമ്മുടെ സാമാന്യ ബുദ്ധിയെ കൂടി പരിഹസിക്കുകയല്ലേ വസന്ത ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എന്താ? നമുക്ക് എത്രയോ കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന മേഖലയാണ് ആരോഗ്യരംഗം എന്ന് പറയുന്നത്. എനിക്ക് ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടുതൽ ഞാൻ സൂചിപ്പിക്കുക സിജു. വലിയൊരു പ്രശ്നം കേരളം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് അത് ഒരുപക്ഷെ അഡ്രസ്സ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളും അഡ്രസ്സ് ചെയ്യേണ്ട വലിയൊരു പ്രശ്നം, അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ പറയാം. ഇവിടെ 900 ഡയാലിസിസ് യൂണിറ്റുകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ. ഇപ്പോൾ എത്ര അലാമിംഗ് ആണ് ആ ഫിഗർ നോക്കൂ. 900 ഡയാലിസിസ് യൂണിറ്റുകൾ കേരളം പോലൊരു സംസ്ഥാനത്ത്. എന്താ അത് ഉണ്ടാവുമെന്ന് അറിയുമോ? ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡയബറ്റിസ്, പ്രമേഹം, ആ രോഗത്തിൻ്റെ പിന്നെ പിടിയിൽ
20 വയസ്സ് ഉള്ളവർ അടിപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഒരു 50 വയസ്സ് കഴിഞ്ഞ് 75-80 താഴെയുള്ളവർക്കായിരുന്നു അത് പിടിപെടുന്നത്. അവരാരും ചികിത്സയ്ക്ക് പോകുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. 20 വയസ്സ് മുതലുള്ള ഒരു 2 ആഴ്ച മുമ്പ് കിട്ടിയ ഒരു വിവരത്തിൽ 8 വയസ്സുള്ളൊരു കുഞ്ഞിന് വരെ പ്രമേഹബാധിതനാണ് അയാൾ, ആ കുട്ടി. പക്ഷേ ഇതിങ്ങനെ ഈ പ്രമേഹത്തിന് ചികിത്സിച്ച് അതിൻ്റെ ഗുളികകളിലേക്ക് ചെന്ന് അത് നേരെ ചെല്ലുന്നത് ഈ വൃക്കരോഗത്തിലേക്കാണ്, കിഡ്നി ഫെയിലിയറിലേക്കാണ്. അതുകൊണ്ടാണ് ഈ ഡയാലിസിസ് സെൻ്ററുകൾ കൂടുന്നത്, വർദ്ധിക്കുന്നത്. അങ്ങനെ വർദ്ധിച്ച് ഇതിപ്പോൾ 900 എണ്ണം ആയിരിക്കുന്നു. ഇത് ചെറിയ ഒരു പ്രശ്നമല്ല സിജു, അതൊരു വലിയ പ്രശ്നമാണ്. കേരളം തീർച്ചയായും ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ ഉന്നയിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പക്ഷേ വസന്ത് അതിന്റെ വിശാലമായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇവിടെ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നതും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നതും, ഇവിടെ ഇപ്പോൾ വസന്ത് അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ മറ്റു മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട് ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് എം ജയചന്ദ്രൻ പറഞ്ഞത് അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നിങ്ങൾ ഈ ഉറഞ്ഞു തുള്ളുമ്പോൾ ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ കുഴപ്പമാണ്, അവിടെ ചികിത്സയ്ക്ക് പോകരുതെന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിങ്ങൾ ബഹളമുണ്ടാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ അവസ്ഥ തന്നെ എടുക്കൂ. ഇപ്പോൾ 194 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാൻ പോവുകയാണ്. അടുത്ത മാസത്തോടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാൻ പോവുകയാണ്. ഇങ്ങനെ കേരളത്തിലെമ്പാടും വലിയ തരത്തിലുള്ള പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഒരു സർക്കാർ ശ്രമം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള തിരുട്ട് പരിപാടികളുമായി രംഗത്ത് വരുന്നത് കൃഷ്ണൻകുട്ടി അവിടെ പോയില്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത ജാള്യതയില്ലേ വസന്തേ? നിങ്ങൾ പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്താൻ എന്ത് ആരോഗ്യകരമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എം ജയചന്ദ്രൻ ചോദിച്ചത്. നിങ്ങൾ 3 പേർക്കും ഉത്തരം പറയാം, സമയം നൽകണമെന്ന് മാത്രം. തീർച്ചയായും പറഞ്ഞോളൂ. ഏതാണ് കാരുണ്യ ഫണ്ടിനെ പറ്റി അങ്ങ് മെൻഷൻ ചെയ്തു. ഇതാ 2020 ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ഗവൺമെന്റ് പുറത്തിറക്കിയ ജിയോ ആണ്, ഗവൺമെന്റ് ഓർഡർ. എന്താണത്? അത് പറയുന്നത് UDF കാലത്ത് കൊടുത്തുകൊണ്ടിരുന്ന കാരുണ്യ ബെലവൻസ് ഫണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തോമസ് ഐസക് പറഞ്ഞതിന്റെ പുറത്ത് അവയവദാനം ചെയ്യുന്നവർക്ക് കൊടുത്തിരുന്ന 1 ലക്ഷം വീതമുള്ള ഫണ്ടും കിഡ്നി രോഗികൾക്ക് കൊടുത്തിരുന്ന സഹായവും ഇനി മുതൽ ഉണ്ടാവില്ല എന്ന ഗവൺമെന്റ് ഓർഡറാണത്. അത് നിങ്ങൾ എടുത്തു മാറ്റി. മാത്രമല്ല കാരുണ്യ ബെലവൻസ് ഫണ്ട് അത് മന്ദീഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര തവണയാണ് പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം നിയമസഭയ്ക്കുള്ളിൽ വരേണ്ടി വന്നത്? എത്ര മാസത്തോളമാണ് കാരുണ്യ ഫണ്ട് ലാപ്സായി നിന്നത്? അത് നമുക്കറിയാമല്ലോ. കേരളത്തിന്റെ നിയമസഭയുടെ ഉള്ളിലും നിങ്ങളുടെ ഗവൺമെന്റൽ ആർക്കൈവ്സിലുമുള്ള കാര്യമല്ലേ? 1. 2, ഞാൻ പറഞ്ഞത് കൃഷ്ണൻകുട്ടിയും ഈ ബാക്കിയുള്ള മന്ത്രിമാരും എല്ലാം ഇതാ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയതിനെ ഞാൻ വിമർശിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. തീർച്ചയായും. കാരണം അവർക്ക് സ്വാഭാവികമായും ഗവൺമെന്റ് ആശുപത്രിയിൽ കിട്ടുമായിരുന്ന ചികിത്സയാണോ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കിട്ടിയത് എന്നുള്ളത് കൂടിയുള്ളത് ചേർത്ത് വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇനി അങ്ങ് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇതാ. ഇന്ന് അവിടെ ബീഹാറിൽ നിന്ന് പഠിക്കാൻ വന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ബീഹാറിയായ MBBS സ്റ്റുഡന്റ് അവരുടെ ഹോസ്റ്റലിന്റെ ചിത്രം വെളിയിലേക്ക് വിട്ടിരിക്കുന്നതാണ്. ഇത് നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് എനിക്കറിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീഴാറായ കെട്ടിടത്തെക്കാൾ കൂടുതൽ അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം എടുത്തുകൊണ്ട് പ്രതിവർഷം അങ്ങ് വിമർശിച്ചു കളയുന്നുവെന്ന്. ഒറ്റപ്പെട്ട സംഭവത്തിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം അവിടെ അനുചിതമല്ലാതെ അവിടെ മെച്യൂർ അല്ലാതെ പെരുമാറിയ ആരോഗ്യമന്ത്രിയുടെ വർത്തമാനമാണെന്നേ. എന്തുകൊണ്ടാണ്? അതായത് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്റെ ജില്ലയാണല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രി പരിവാരമുണ്ടായിരുന്നു. അവർ ജില്ലയുടെ അവലോകന മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സ്വാഭാവികമാണ്. അവർ എവിടെയെങ്കിലും കൂടിക്കോട്ടെ, ഈ PWD ഗസ്റ്റ് ഹൗസിൽ തന്നെ കൂടണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. 5 സ്റ്റാർ ഹോട്ടലോ 7 സ്റ്റാറിലോ എവിടെയെങ്കിലും കൂടട്ടെ. പക്ഷേ ഈ 10:30 ഈ അപകടം ഉണ്ടാകുന്നു. ഏതാണ്ട് 11:15 ആ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയായ മന്ത്രി വാസവനും ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായ വീണ ജോർജും അവിടേക്ക് എത്തുന്നു. 11:15 എത്തുന്ന വീണ ജോർജ് 11:25, 11:30 നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. കൈരളിയുടെ ആർക്കൈവ്സിലുണ്ട്. എന്താ വീണ ജോർജ് പറഞ്ഞത്? അവർ എത്രയും പെട്ടെന്ന് പുട്ടിയിട്ട് രക്ഷപ്പെടാനാണ് നോക്കിയത്. അത് അടച്ചുപൂട്ടിയ കെട്ടിടമായിരുന്നു, അവിടേക്ക് പ്രവേശനമില്ലായിരുന്നു, അവിടെ ഒരു മനുഷ്യനും ഉണ്ടാവാൻ സാധ്യതയില്ല, മനുഷ്യൻ പോയിട്ട് ഈച്ച പോലും കടക്കില്ല എന്നല്ലേ പറഞ്ഞത്. അവരത് പറഞ്ഞതിന്റെ പുറത്താണ് ഉദ്യോഗസ്ഥർ കൈയും കെട്ടി നോക്കി നിന്നത്. ഉദ്യോഗസ്ഥർ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ചിത്രങ്ങൾ ഞാൻ ശ്രീ സിജുവിന് അയച്ചു തരാം. അല്ല വസന്തേ ഒരുപാട് കാര്യങ്ങൾ വസന്ത് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ട് വസന്ത് പറഞ്ഞ് സംസാരിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ കാരുണ്യമായി ബന്ധപ്പെട്ട് വസന്ത് ആ കാരുണ്യയുടെ കാര്യം മറന്നു പോകും. വസന്ത് ഞാനൊന്ന് വസന്തിന് സംസാരിക്കാൻ ഇനി അവസരമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കാരുണ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ വസന്ത് അവതരിപ്പിച്ച ചില കണക്കുകൾ, 2ാം പിണറായി സർക്കാർ വന്നതിന് ചില കണക്കുകളാണ് പരിശോധിക്കേണ്ടതാണ്. 4267 കോടി രൂപ കാരുണ്യ ഫണ്ടിനായി വകയിരുത്തി.
ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലും 300 കോടി. അതായത് വസന്ത് കേൾക്കുക, 41.99 ലക്ഷം, അതായത് 42 ലക്ഷം കുടുംബങ്ങളാണ് കാരുണ്യ പദ്ധതിയുടെ ഈ സേവനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത്. മന്ദീഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഈ സേവനം പറ്റുന്ന ഈ കാരുണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സമ്മതിച്ചു തരില്ല വസന്തേ. അതവിടെ കേട്ടെ കണക്ക്. രണ്ടാമത്, ഈ മന്ത്രി വീണ ജോർജ് ഇത്തരത്തിൽ വന്ന് പറഞ്ഞു എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ്. അത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണ്, കള്ളത്തരമാണ്, കോൺഗ്രസ് നേതാക്കൾ അടക്കം പറഞ്ഞ കള്ളങ്ങളാണ്. എന്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞതെന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അവരാദ്യം പറഞ്ഞത് എന്താണ്? അവിടെ ആ പരിശോധന നടക്കുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ അവിടെ JCB എത്തിയില്ല എന്നുള്ള അടക്കമുള്ള അതിൻ്റെ ആ JCBയുടെ ഉടമ തന്നെ വന്ന് പറഞ്ഞതാണ് 10:30 കഴിഞ്ഞു, അതിനുശേഷം ഇത്ര സമയത്തിന് കൂടെ വിളിക്കുന്നു, കൃത്യമായി അവിടെ എത്താൻ വൈകിയതിൻ്റെ താമസങ്ങൾ എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ബീഹാറിലെ മറ്റേ ഈ വിദ്യാർത്ഥിയുടെ കേസുമായി ബന്ധപ്പെട്ട് വസന്ത ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഒരു മെഡിക്കൽ കോളേജ് കെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൽ പണിയൊന്നും അല്ലാതെ ഇന്നിപ്പോൾ പറഞ്ഞ് ഇന്ന് തന്നെ സ്വിച്ച് ഇട്ടാൽ വരുന്നതല്ല. അതൊരു പ്രോസസ്സാണ്. പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ മെഡിക്കൽ കോളേജുകൾ അടിസ്ഥാന സൗകര്യം ശക്തിപ്പെടുത്തുക ഒരു പ്രോസസ്സാണ്. അതവിടെ നടത്തുന്നുണ്ട് കൃത്യമായി. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രശ്നം എന്താണ്? അബാൻഡൻ ചെയ്ത ഒരു കെട്ടിടം പൊളിഞ്ഞു വീണു, അതിൽ ദാരുണമായൊരു സംഭവം, ഒരു വനിതാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ നിങ്ങൾ വസന്തേ, നിങ്ങൾ ഈ അപഹസിക്കുന്നത് കേരളത്തിലെ ജനതയെ തന്നെയാണ്, കേരളീയർ മുഴുവനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചർച്ചയിൽ സമ്പൂർണ്ണ നിശബ്ദത പാലിക്കാം. അങ്ങ് കണ്ണടച്ച് അങ്ങേക്ക് ഇരുട്ടും പ്രിയപ്പെട്ട MJയ്ക്കും ശ്രീ VPPക്കും ഇരുട്ട് വരുത്തുകയും നിങ്ങൾ ഇരുട്ടത്താണ്, നമ്മളെല്ലാം ഇരിക്കുന്ന ഇരുട്ടത്താണെന്ന് അങ്ങ് പറഞ്ഞോളൂ. ഞാൻ അതും കൂടെ വിശ്വസിച്ചു. വസന്ത് പറഞ്ഞ കണക്കുകൾ മന്ദീഭവിച്ചു എന്ന് പറഞ്ഞ് നിയമസഭയിൽ രേഖയായിട്ട് വന്നില്ലേ? അതിനേക്കാൾ വ്യക്തമായ കണക്കുണ്ട്. അതെന്താ വസന്തേ തള്ളിക്കളയുന്നത്? 4267 കോടി കാരുണ്യ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചു രണ്ടാം പിണറായി സർക്കാർ മാത്രം. അതെങ്ങനെയാണ് നിസ്സാരവൽക്കരിച്ചു പോകുന്നത് വസന്തേ? ഞാൻ ഉത്തരം പറയാം, അങ്ങ് കേൾക്കുമോ? ഞാൻ കാണിച്ചത് നിങ്ങളുടെ ഗവൺമെന്റ് ഓർഡറാണ്. ഞാൻ കോട്ട് ചെയ്തത് നിയമസഭാ രേഖകളാണ്, അടിയന്തര പ്രമേയങ്ങളാണ്. അത് ഏതായാലും കൈരളിയോ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പോലെ വ്യാജരേഖ ചമയ്ക്കാൻ പറ്റുന്നതല്ല. അതാദ്യം മനസ്സിലാക്കൂ. അല്ല, ഈ വ്യാജരേഖ ചമച്ചതൊക്കെ ആരാണെന്നുള്ള കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? വ്യാജരേഖ കൈരളിക്ക് വ്യാജരേഖ ചമക്കൽ പണിയല്ല വസന്തേ. ആ പ്രസ്താവന തിരുത്തണം. വ്യാജരേഖ എവിടെയാണ് കൈരളി തിരുത്തിയത്? എവിടെയാണ് വ്യാജരേഖ ചമച്ചത് കൈരളി? അത് പറയൂ വസന്തേ. വ്യാജരേഖ ഏത് വ്യാജരേഖയാണ് കൈരളി ചമച്ചത്? നിങ്ങളുടെ പോലീസിന് എന്താ പണി? വ്യാജരേഖ അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ആ പ്രസ്താവന തിരുത്തണം. കൈരളിക്ക് വ്യാജരേഖ ചമക്കലല്ല പണി. കൈരളി പറഞ്ഞ ഞാൻ ഇപ്പോൾ ഈ വാർത്ത ഞാൻ ഇതിൽ പറഞ്ഞെന്താണ്? 4267 കോടി രൂപ രണ്ടാം പിണറായി സർക്കാർ ചെലവഴിച്ചു. വ്യാജമാണോ? 42 ലക്ഷം കുടുംബങ്ങൾക്ക് കാരുണ്യ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. വ്യാജമാണോ? അങ്ങ് മുഴുവൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം. താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കയറി ഇതാണ് വ്യാജപ്രചരണം എന്ന് പറയുന്നത്. കൈരളിക്കെതിരെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസന്തേ. അവിടെ എനിക്ക് ഇടപെടേണ്ടി വരും. വസന്ത് പറഞ്ഞോളൂ. ഏതാണ് വളച്ചൊടിക്കണ്ട. ഞാൻ പറഞ്ഞത് കൈരളിക്കെതിരെ പറയേണ്ടി വന്നാൽ പറയാൻ എനിക്ക് മടിയുള്ള ആളൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കൈരളിയോ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ പറയുന്നത് പോലെ വ്യാജരേഖ ചമയ്ക്കാൻ സാധിക്കില്ലല്ലോ. ഗവൺമെന്റ് ഓർഡറും നിയമസഭാ രേഖകളും അല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ചർച്ച കഴിയുമ്പോൾ എടുത്തു നോക്കിയാൽ മതി. രണ്ട്, അങ്ങ് പറഞ്ഞത് എന്താണ്? മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ദിവസം സ്വിച്ച് ഇട്ടില്ല ഉണ്ടാവുന്നതല്ല. അല്ല ശ്രീ സിജു, അതങ്ങ് അംഗീകരിച്ചാൽ മതി. അതായത് വിവിധ സർക്കാരുകളാണ് ഈ പൊതുജനാരോഗ്യത്തെ ഉറപ്പിച്ചത് എന്നത് മനസ്സിലാക്കിയാൽ മതി. പിണറായി വിജയന് മാത്രമല്ല അതിൽ പങ്ക്. അതിൽ അച്യുതാനന്ദന്റെ ഗവൺമെന്റിനും ഉണ്ട് കേട്ടോ പങ്ക്. അതിൽ നായനാറിന്റെ ഗവൺമെന്റിനും പങ്കുണ്ട്. അതിൽ AK ആന്റണിയുടെയും കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഗവൺമെന്റുകൾക്ക് പങ്കുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇനി കഴിഞ്ഞ 8 വർഷക്കാലമായി ഇവിടം ഭരിക്കുന്നത് നിങ്ങളാവുമ്പോൾ സ്വാഭാവികമായും ആ ചോദ്യം നിങ്ങളിലേക്ക് വരും. ഞാൻ പറഞ്ഞത് ഏതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ വന്ന് അങ്ങ് പറഞ്ഞ അബാൻഡൻ ചെയ്ത കെട്ടിടം, ആ കെട്ടിടത്തിൽ ഈ കഴിച്ചതിന് ചൂടുമാറാത്ത ഭക്ഷണ പൊതികളടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? എന്തുകൊണ്ട് അവിടെ കിടത്തി ചികിത്സ നടക്കുന്നുണ്ടായിരുന്നു എന്ന് നിങ്ങളിപ്പോ നേരത്തെ കൊട്ടിഘോഷിച്ച, നിങ്ങൾ നേരത്തെ അങ്ങ് വല്ലാതെ പ്രൈസ് ചെയ്ത ഡോക്ടർ ഉണ്ടല്ലോ ജയകുമാർ, അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞില്ലേ ഞാൻ കൊടുത്ത റിപ്പോർട്ട് തെറ്റിപ്പോയി, മന്ത്രിക്കല്ല തെറ്റുപറ്റിയതെന്ന് മന്ത്രിയെ ന്യായീകരിക്കാൻ പറയുന്നതിന്റെ ഇടയിൽ അവിടെ ചികിത്സ നടക്കുന്നുണ്ടായിരുന്നു ജയകുമാർ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലേ? അതായത് മന്ത്രി എടുത്തു ചാടി പറഞ്ഞത് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ, റെസ്ക്യൂ ഓപ്പറേഷനെ മന്ദീഭവിപ്പിച്ചു എന്ന് വീണ്ടും 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 പറയും. അത് മന്ത്രിയുടെ രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ് എന്ന് ഇലന്തൂരിലെ പാർട്ടി സഖാക്കൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചു നോക്കിയാൽ മതി. വസന്ത് ലക്ഷ്യമിട്ട പാർട്ടി സഖാവാണെങ്കിൽ VPP മുസ്തഫ പറയേണ്ടതുണ്ട്. അങ്ങനെ മന്ദീഭവിച്ചിട്ടുണ്ടോ VPP മുസ്തഫ? മന്ത്രിയുടെ ഇടപെടലിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം മന്ദീഭവിച്ചിട്ടുണ്ടോ VPP മുസ്തഫ? ഇലന്തൂരിലെ സഖാക്കൾ ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം VPP, പറയാം. താങ്കൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം നോക്ക്.
വസന്തേ, LDF ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യുക്തിസഹമായി ചൂണ്ടിക്കാണിക്കണം. നമ്മളത് തിരുത്തും. ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തന ശൈലി തന്നെ അതാണ്. ഞങ്ങൾ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന ദുർവാശിയൊന്നും ഇടതുപക്ഷം ഇന്നേ വരെ പാർട്ടിക്കകത്തും ഞങ്ങൾക്കില്ല, പുറത്ത് തീരെയില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ്. ഈ 9 വർഷത്തിനിടയിൽ അങ്ങനെ പല സംഗതികൾ ഉണ്ടായിട്ടുണ്ടല്ലോ വസന്തേ. പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ച ചില നിലപാടുകൾ ഞങ്ങൾ തിരുത്തിയിട്ടില്ലേ? ഇപ്പോ മൃഗം, വന്യജീവി, മനുഷ്യ സംഘർഷം ഒരു ഉത്തരവ് വനം വകുപ്പിൽ നിന്ന് ഇറങ്ങി. അത് വലിയ നിലയിൽ വിമർശന വിധേയമായി. ഞങ്ങൾ പിൻവലിച്ചിട്ടില്ലേ? അതാണ് ഞങ്ങളുടെ രീതി. ഞങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത്. പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് എന്താ? നിങ്ങൾ സംഭവിച്ചു പോയ ഒരു ദുരന്തത്തെ ബോധപൂർവമല്ലാതെ യാദൃശ്ചികമായി സംഭവിച്ചു പോയ ഒരു ദുരന്തത്തെ അങ്ങേയറ്റത്തെ നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഒരുതരം ആഭാസ നൃത്തമാടുകയല്ലേ. ഇവിടെ വസന്തിന്റെ ശബ്ദത്തിന്റെ ഒരു മൂർച്ചയും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും എല്ലാം നിങ്ങൾ നോക്ക്. കേരളത്തിലാകെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ ഒരു രീതി നോക്കൂ. ഇവര് നടത്തുന്നത് എന്താ? ഈ ശവംധീനി രാഷ്ട്രീയമല്ലേ? അങ്ങനെ ഒരു ആഭാസം, ഇതിനെ സമരം എന്ന് വിളിക്കാൻ വേണ്ടി കഴിയുമോ? പ്രക്ഷോഭം എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ഒരുതരം ആഭാസ നൃത്തം എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ വേണ്ടി കഴിയുക? ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ ചില ദുരന്തങ്ങൾ. വസന്തെ, കർണാടകയിൽ എങ്ങനെയാണ് 11 മനുഷ്യർ ഒരു വലിയ ആൾക്കൂട്ടം വന്നപ്പോ ചവിട്ടിയും തേഞ്ഞുമെല്ലാം മരിച്ചുപോയത്? നിങ്ങളുടെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ഉപമുഖ്യമന്ത്രി ആ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ലേ? കർണാടകത്തിൽ, ബാംഗ്ലൂരിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ജയിച്ചു പോയ ആഘോഷമല്ലേ? വേറെ വലിയ ആനയും കൊമ്പൊന്നും ഉണ്ടായതല്ലോ. അതിന്റെ പേരിൽ 11 മനുഷ്യരുടെ ജീവൻ പോയില്ലേ? നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉൾപ്പെടെ സകല നേതാക്കളും ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നല്ലോ പുറത്ത് ഈ ദുരന്തം നടക്കുമ്പോ. എന്നിട്ട് നിങ്ങൾ ദുരന്തം ഏറ്റെടുത്തോ? അത് ആരെങ്കിലും അങ്ങനെ കക്ഷി രാഷ്ട്രീയ വഴക്കായിട്ട് അതിനെ മാറ്റിയോ? അവിടുത്തെ പ്രതിപക്ഷമോ മറ്റാളുകളോ? അപ്പൊ ഇവിടെ എന്താ? ഇനി നിങ്ങൾ അതാണ് പറയുന്നതെങ്കിൽ ഈ 9 വർഷം നിങ്ങളല്ലേ എന്നാണെങ്കിൽ 2012 വസന്തൻ നിങ്ങളുടെ ഭരണകാലത്തല്ലേ ഇപ്പൊ തകർന്ന വീണ ബിൽഡിങ് അൺഫിറ്റ് എന്ന് വിധി എഴുതിയത്? പിന്നെയും 3-4 വർഷം നിങ്ങളുടെ ഉമ്മൻചാണ്ടിയല്ലേ മുഖ്യമന്ത്രി ഉണ്ടായത്? സകലത് ഉമ്മൻചാണ്ടി കൊണ്ടതല്ലാതെ UDF കൊണ്ടുവന്നതല്ലാതെ മറ്റൊന്നും ഈ കേരളത്തിലില്ല എന്ന് പറയുന്ന നിങ്ങൾ പറ. നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി അൺഫിറ്റ് എന്ന് പറഞ്ഞ കെട്ടിടം 4 വർഷം പിന്നെയും അവിടെ എങ്ങനെ പ്രവർത്തിച്ചു? നിങ്ങളുടെ കാലത്ത് അത് അൺഫിറ്റ് ആണെന്ന് കണ്ടപ്പോ പ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവിടെ പ്രവർത്തിച്ചു? നിങ്ങൾ എന്ത് ചെയ്തു? ആ കെട്ടിടം പൊളിച്ചു നീക്കാൻ എന്തെങ്കിലും ഒരു തരി നടപടി സ്വീകരിച്ചോ? എപ്പോഴാ അത് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ? നേരത്തെ സിജു പറഞ്ഞതുപോലെ കോടികളുടെ കെട്ടിടം, പുതിയ ബ്ലോക്ക്. ഈ ദുരന്ത സ്ഥലത്ത് പോയപ്പോ വസന്ത് കോട്ടയംകാരൻ തന്നെ കണ്ടല്ലോ ആ കെട്ടിടം. ഏതാണ്ട് മിക്കവാറും പണി പൂർത്തിയായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാറാൻ പറ്റും. അതിനിടയിൽ പ്രകൃതിയിൽ ഒരു ദുരന്തം. ഇന്നലെ ടെക്സാസ്, അമേരിക്കയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ, അമേരിക്കക്കാരന്റെ അടുത്തുള്ള ടെക്നോളജി, അമേരിക്കക്കാരന്റെ വലിയ ശേഷി. അവിടെ ടെക്സാസിൽ മിന്നൽ പ്രളയം ഉണ്ടായില്ലേ? 50 മനുഷ്യരിലേറെ മരിച്ചില്ലേ? എന്തേ വലിയ വീമ്പിളക്കുന്ന ട്രംപിന് ഇതാ ഇപ്പം ഇന്ത്യനെ കൊല്ലും, ഇപ്പൊ പാകിസ്ഥാനെ കൊല്ലും, ഇപ്പോ ചൈനയെ കൊല്ലും എന്ന് പറയുന്ന ട്രംപിന് അവിടുത്തെ 50 മനുഷ്യരെ ഈ സാങ്കേതിക വിദ്യയും വലിയ മുന്നേറ്റങ്ങളും ഉണ്ടായിട്ട് ഈ മിന്നൽ പ്രളയം മുൻകൂട്ടി മനസ്സിലാക്കി ഇങ്ങനെ മിന്നൽ പ്രളയം വരും എന്ന് മുൻകൂട്ടി. അവിടത്തെയൊക്കെ കാലാവസ്ഥാ പ്രവചനത്തിന് നമ്മളെക്കാളൊക്കെ 10 മടങ്ങ് ശേഷിയില്ലേ? എന്നിട്ട് എന്തേ സാധിച്ചില്ല? 50 മനുഷ്യരുടെ ജീവിതം, ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിൽ, എത്രയോ മനുഷ്യർ ഭവനരഹിതരായി ടെക്സാസിൽ, അമേരിക്കയിൽ. ഇതാണ് പ്രകൃതി ദുരന്തങ്ങൾ, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില അപകടങ്ങൾ. ശരി, അത് കൃത്യമായി തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വസന്തിന് മനസ്സിലായിട്ടുണ്ട്. അതായത് VPP പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ് വസന്തേ. ഇങ്ങനെ ഈ ദുരന്തങ്ങളിൽ ഒരു സാധ്യത കണ്ടെത്തരുത്, മരണത്തിൻ്റെ വ്യാപാരികളാകരുത് എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ VPP പറഞ്ഞതിനേക്കാൾ വേറൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഈ പുറ്റിങ്ങൽ ദുരന്തം നടന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷം എടുത്ത നിലപാടെന്തെന്നത് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളായി കാണാൻ അതിനെ ഒരുമിച്ച് നേരിടുകയാണ് വേണ്ടുള്ളത്. അതിനല്ലാതെ ഒരു സാധ്യത കിട്ടിയെന്ന് പറഞ്ഞ് ചാടി പുറപ്പെടുകയല്ല വേണ്ടതെന്നാണ് VPP പറഞ്ഞത്. വസന്തേ, അല്ല, ഈ VPP സാധാരണയായി ചർച്ചകളിൽ വളരെ പഠിച്ച് പോയിന്റുകളുമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. എനിക്ക് വലിയ ബഹുമാനമുള്ള എൻ്റെ സഹ ചർച്ചക്കാരനാണ്, സഹ പാനലിസ്റ്റാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് പാർട്ടിയെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ ടെക്സോസിലെ ദുരന്തം വരെ പറയേണ്ടി വന്നല്ലോ
എന്നോർക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വിഷമം തോന്നുകയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് വിഷമം തോന്നുകയാണ്. നോക്കൂ, ഇതൊരു ദുരന്തമല്ല, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യും. എങ്ങനെയാണ് ദുരന്തമാകുന്നത്? കഴിവുകേട് കൊണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് കൊണ്ട് ഉണ്ടാകുന്നത് ഒന്നും ദുരന്തമല്ല. അത് ഭൂകമ്പം ദുരന്തമാണ്, മണ്ണിടിച്ചൽ ദുരന്തമാണ്, ജനക്കൂട്ടം ആർത്തുല്ലസിച്ച് വരുമ്പോ പിടിവിട്ടു പോയാൽ അത് ദുരന്തമാണ്, അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വീണാൽ ദുരന്തമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് മൂലം ഉണ്ടാകുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഇൽനെസ് കൊണ്ടുണ്ടാകുന്നത് ദുരന്തമായി കാണാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൽനെസ് അവിടെ ഉണ്ടായത്? ഇപ്പൊ VPP തന്നെ പറയുന്നു, 4 വർഷം മുമ്പേ നിങ്ങൾ ഫിറ്റ്നസ് ഇല്ലാതെ നിങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് 4 വർഷം ഭരിച്ചില്ലേ? 4 വർഷമല്ല, VPP 2013 ലാസ്റ്റ് ആണ്. ആ ഗവൺമെന്റ് പോകുന്ന 2016 ആദ്യ ഘട്ടത്തിലാണ്. ഏതാണ്ട് 8 or 9 മാസങ്ങളാണത്. പക്ഷേ ആ അങ്ങ് പറയുന്ന പോലെ 4 വർഷം എന്നതിന് വിശ്വാസത്തിൽ എടുക്കാം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ കെട്ടിടം 4 വർഷമായി UDFന്റെ കാലത്ത് പൊളിച്ചു മാറ്റിയില്ല, എന്നാൽ 8 വർഷം കൂടി ഞങ്ങളങ്ങ് പ്രവർത്തിപ്പിച്ച് കളഞ്ഞേക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചത്? ഇതേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മുമ്പിലും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ 2 മന്ത്രിമാർ മാറി വന്നു, നിങ്ങൾക്ക് തുടർഭരണം കിട്ടി. എന്നിട്ടും ഇത് പൊളിഞ്ഞു വീഴുന്നതിന്റെ തലേ മിനിറ്റിൽ വരെ, തലേ നിമിഷം വരെ അവിടെ ചികിത്സ നടപ്പുണ്ടായിരുന്നു, അവിടെ ആൾക്കാർ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു പോലീസ് ബാരിക്കേഡ് കൊണ്ട് പോലും, എന്തിനേറെ പറയുന്നു, 2 കമ്പി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മുഴം ഇങ്ങനെ എക്സ് എന്നെടുത്തു വെച്ച് തടയാൻ പോലും അവിടെ നിങ്ങൾ തയ്യാറാവാതിരുന്നത് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ആണ് എന്നത് അക്സെപ്റ്റ് ചെയ്യുക. അത് തുറന്നു പറഞ്ഞ പോരെ? അവിടെ ഇതാ കൂടുതൽ ആൾക്കാർ വരുന്നു, അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ പഴയ കെട്ടിടം കൂടി അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ മന്ത്രിമാർ അവിടെ എത്തി, ഇതാ ഈ കെട്ടിടം ഉപയോഗിക്കുന്നതില്ലാത്തൊരു കെട്ടിടമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആ ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ ഈ പറയുന്ന കോട്ടയത്തെ ഈ പറയുന്ന റെസ്ക്യൂ പ്രവർത്തനങ്ങൾ വൈകി. അല്ല വസന്ത, അല്ല അതിനകത്ത് എനിക്ക് VPPക്ക് മറുപടി പറയണം. അങ്ങനെ ഈ ഉപയോഗിക്കുന്ന കെട്ടിടമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചതല്ല, ഉപയോഗിക്കുന്ന കെട്ടിടമല്ല അത്. അതാണ് എന്റെ യാഥാർത്ഥ്യം. തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന സഹോദരി എത്തിയത്? അവിടെ എങ്ങനെയാണ് നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ? അല്ല വസന്ത, നമ്മൾ ഈ കേവല യുക്തിയില്ലേ, ഒരു കെട്ടിടം, പുതിയൊരു ബിൽഡിംഗ് അവിടെ പണി നടക്കുന്നു, ആ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് മറ്റു കെട്ടിടം ഇടിച്ചു നിർത്തുകയാണ്. അതിനൊരു ടൈം പ്രോസസ് ഇല്ലേ? അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ? അതിന്റെ ഭാഗമായിട്ടോട് അബാൻഡൻ ചെയ്തതല്ലേ? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ വെറുതെ ഈ ഇരുട്ടാക്കുന്ന ആരാണ് വസന്ത? ഇപ്പോ ഈ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങനെ ഈ രക്ഷ ഇടാൻ ശ്രമിക്കരുത് വസന്തേ. തെറ്റാണ്. ഞാനൊരു സംശയം ചോദിക്കാം. കൈരളിയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനം, അതിന്റെ തൊട്ടിപ്പുറത്താണല്ലോ MLA ഹോസ്റ്റൽ. ഞാൻ കുറെ കാലം അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ MLA ഹോസ്റ്റലിൽ പുതിയ കെട്ടിടം പണിയുന്നു. അങ്ങ് കണ്ടല്ലോ, അത് പഴയ കെട്ടിടം പൊളിച്ചിട്ടാണ് പണിയുന്നത്. എങ്കിൽ പോലും അവിടേക്കുള്ള പ്രവേശനം ബന്ധബസ്സിലാണ്. അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ആ പഴയ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഭാഗം അവിടെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ചെയ്യേണ്ടത്. അതായത് കൃത്യമായി ഒന്നെങ്കിൽ പോലീസ് ബാരിക്കേഡിങ് അവിടെ ഉണ്ടാവണമായിരുന്നു, അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു മഞ്ഞ റിബണെങ്കിലും, മഞ്ഞ തുണിക്കഷ്ണം VPPക്ക് മറുപടി പറയാനുണ്ട്. VPP പറയാം, താങ്കൾക്ക് പറയാം. താങ്കൾ ചോദിച്ചു, വസന്ത് ചോദിച്ചതിന് കൃത്യമായ മറുപടി ഉണ്ട്. ഈ ബിന്ദുവിന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണല്ലോ ബിന്ദു വന്നത്. ബിന്ദുവിന്റെ മകളെ ഏത് ബ്ലോക്കിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്? ഇപ്പൊ പൊളിഞ്ഞു വീണ ബ്ലോക്കിലാണോ? ഇവിടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളും എന്നാണ്. ബിന്ദുവിന്റെ മകൾ ആ ബ്ലോക്കിലല്ലല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ അവരെ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്ത ബ്ലോക്ക് ഏതാ? അപ്പൊ ചികിത്സക്ക് എത്തുന്ന രോഗികളെയും അവരുടെ കൂടെയുള്ളവരുടെയും എല്ലാം ബ്ലോക്ക് അറിയാണ്. എങ്ങനെയാണ് ഇവർ ഈ ബ്ലോക്കിൽ എത്തിയത്? അവരതിനകത്തെ ശുചിമുറി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അല്ലാതെ അതിനകത്ത് തന്നെ ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിൽ തന്നെ ബിന്ദുവിന്റെ മകളെ അഡ്മിറ്റ് ചെയ്ത് അവിടെ തന്നെ ചികിത്സിക്കുമ്പോൾ അവിടെ സംഭവിച്ചു പോയ ഒരു ദുരന്തമല്ല. വേറൊരു ബ്ലോക്കിലാണ് ആ മകൾ ഉള്ളത്. അവിടുന്ന് കുളിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ധാരാളം രോഗികൾ, ഏറ്റവും ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രി ആയതുകൊണ്ട് ധാരാളം രോഗികളും കുട്ടിരിപ്പുകാരും ഉണ്ട്. അപ്പോ ഈ ബ്ലോക്കിലുള്ള ശുചിമുറികളിൽ ക്യൂ പാലിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പുറത്ത് എന്തുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്യാത്തത്? നിങ്ങൾ ആ സ്ഥലം കണ്ടല്ലോ. അതിപ്പോ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ തന്നെ അവിടത്തേക്ക് ഈ JBC കൊണ്ടുവരാൻ എന്തെല്ലാം പാടുപെടേണ്ടി വന്നു. കാരണം അതൊരു വഴി കൂടിയാണ്, നിലവിലൊരു വഴി കൂടിയാണത്. അങ്ങനെയുള്ള ഒരു ആളുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടന്നു പോകാൻ ഉപയോഗിക്കുക. കാരണം അവിടെ വേറെ റോഡ് സംവിധാനം ഇല്ലല്ലോ. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ മറ്റു പുതിയ ബ്ലോക്ക് പൂർണ്ണമായിട്ടും സജ്ജമാകുന്നതിന് മുമ്പേ പൊളിച്ചു നീക്കാനോ ബ്ലോക്ക് ചെയ്യാനോ സാധിക്കാത്തത്. ഇത് അവിടെ കോട്ടയത്തുകാരനായ വസന്തിന് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ വസന്തിന് എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭവം വെച്ച് ഇതാ ഈ ഗവൺമെന്റ് മഹാമോശമാണ്, വീണ ജോർജ് കൊള്ളരുതാത്ത മന്ത്രിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വസന്തിന് അറിയുന്ന കാര്യം പോലും വസന്ത് മറച്ചു വെക്കുകയാണ്. വീണ ജോർജ് ഏറ്റവും നല്ല മന്ത്രി ആയതുകൊണ്ടാണ്
അവർക്ക് നല്ല അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്നുള്ളത് കൊണ്ടാണ് കേരളം ഇന്ത്യയുടെയും ലോകത്തിന്റെയും മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഈ നമ്മുടെ മാതൃശിശു മരണനിരക്ക് ഉൾപ്പെടെയുള്ള കണക്കുകളിൽ രാജ്യത്ത് ഇപ്പോഴും 1-ാം സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, ഒരുപക്ഷെ വസന്ത് പറഞ്ഞിങ്ങനെ പോവുകയാണ്, ആ പോയിന്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം കോട്ടയം ഒരു പ്രശ്നമാണല്ലോ, അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന പോലെ വിഷമവുമുണ്ട്. കോട്ടയത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയാണ്. അവിടെ ആ കെട്ടിടം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ടല്ലോ, ഇവിടെ ഈ പ്രശ്നമുള്ള കെട്ടിടം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾ ഉപയോഗിക്കുന്നു എന്നെങ്കിൽ ഒരാൾ വന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വസന്തിൻ്റെ ന്യായങ്ങൾ ഏറ്റെടുത്തുന്ന മാധ്യമങ്ങൾ അത്തരത്തിൽ ഏതെങ്കിലും വാർത്തകൾ മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇതൊന്നുമില്ലാതെ വളരെ കൃത്യമായി, ഞാൻ ഒരിക്കലും ഈ ചർച്ചയ്ക്കകത്ത് ഈ കോട്ടയം വിഷയത്തിലേക്ക് ഒതുക്കിക്കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതല്ല. എന്താണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരം? അവരാർക്ക് വേണ്ടിയാണ് ഈ കുഴലൂത്ത് നടത്തുന്നത്? എന്താണ് ഈ സമരത്തിൻ്റെ ലക്ഷ്യം? ഈ പൊതുജനാരോഗ്യ സംവിധാനത്തെ അവർ തകർക്കാൻ ശ്രമിക്കുകയല്ലേ എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വളരെ ബോധപൂർവമായി തന്നെ വസന്ത് ആ ചർച്ചകളെ വഴിതിരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, എന്താണ് അവരുടെ ഉദ്ദേശം? ഇത് അങ്ങനെ വഴിതിരിച്ചു വിടാൻ കഴിയുന്ന രൂപത്തിലുള്ളതല്ല സിജു. ഇത് മറ്റൊരു രാഷ്ട്രീയ കൗശലമാണ് ഇത് പുറത്തെടുക്കുന്നത്. ഇക്കാര്യത്തിൽ ആ രാഷ്ട്രീയ കൗശലം എന്താണെന്ന് നോക്കിക്കോളൂ, ഞാനത് പറയാം. ഇത് 2013 അന്നത്തെ PWയുടെ AXCയുടെ റിപ്പോർട്ട് എല്ലാവരും ചർച്ച ചെയ്തതാണ്. അതിന് വസന്ത് ഇവിടെ പ്രയോഗിച്ച ഭാഷയിൽ പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ്, മലയാളത്തിൽ പറഞ്ഞാൽ ഭരണപരമായ വീഴ്ച. ആ ഭരണപരമായ വീഴ്ച ഉണ്ടായത് UDF സർക്കാരിൻ്റെ കാലത്താണ്, ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്താണെന്ന് ഇനി തർക്കിക്കില്ലല്ലോ വസന്ത്. ആ അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം വസന്ത് തന്നെ വരുന്നത്, അതെ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അത്രയും വർഷങ്ങൾ എടുത്തത് എന്തിനാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിന് അടുത്ത ഫേസിലേക്ക് ചോദിക്കുന്നത്. അവിടെ ഇവിടെ ഇപ്പോൾ പണി ഏതാണ്ട് തീർന്ന് 96% കഴിഞ്ഞല്ലോ. എത്രയാണ്? 567 കോടി രൂപ. ഇപ്പോൾ 1-ാം പിണറായി സർക്കാർ വന്നപ്പോൾ 2017-18 സാമ്പത്തിക വർഷത്തിലാണ് ഇതിന് തുക അനുവദിക്കുന്നത്. പക്ഷേ കിഫ്ബി വഴി ഈ പദ്ധതി ഏറ്റെടുത്ത് ഇത്രയും വലിയ ഒരു തുക അങ്ങോട്ട് മാറ്റിവെക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരണമല്ലോ. അത് 2018-ൽ അത് ആ സംഭവത്തിന് തീരുമാനിക്കുമ്പോൾ അത്ര സൗണ്ടായിരുന്നില്ല, മൊത്തം തുക നീക്കി വെക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നീടാണ് അടുത്ത വർഷം കോവിഡിൻ്റെ പ്രശ്നം വരുന്നത്. ആ 2018 തന്നെ പ്രളയം വരുന്നു, പിന്നെ കോവിഡിൻ്റെ പ്രശ്നം വരുന്നു, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വരുന്നു. ഇങ്ങനെ പോയിട്ടാണല്ലോ 2021-ൽ പണി തുടങ്ങുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ. ആർക്കാണ് ഇത് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? 2018-ലെ പ്രളയം ആർക്കെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണിത്. പിന്നെ ഈ പിണറായി വിജയൻ സർക്കാർ ഇത് ഏറ്റെടുത്തതിന് ശേഷവും അത്തരത്തിൽ വൈകിപ്പിക്കലുണ്ടായത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം വിടുന്നു. പിന്നെ 2021-ൽ തുടങ്ങി 567 കോടി രൂപയുടെ 8 നില ബിൽഡിങ്ങാണ് പണി തീർന്നിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് വസന്ത് ഇപ്പോൾ പറഞ്ഞ ടൈം ലൈനും വ്യത്യാസമുണ്ട് വസന്ത്. കാരണം ഈ സംഭവം നടക്കുന്നത് 10:50-നാണ്. 10:50-ന് സംഭവം നടന്നു കഴിഞ്ഞ് 11:05-ന് ഫയർഫോഴ്സ് എത്തുന്നുണ്ട്, പോലീസുമുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഡോക്ടർ TK ജയകുമാറാണ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സൂപ്രണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് താങ്കൾ പറഞ്ഞതുപോലെ 11:30-ക്കൊന്നും ഒരു മന്ത്രിയും അവിടെ വന്നിട്ടുമില്ല. ആദ്യം എത്തുന്നത് VN വാസവനും ജില്ലാ കളക്ടറും കൂടെയാണ് 11:50-ന്. 11:55-ന് മിനിസ്റ്റർ വീണ ജോർജ് എത്തുന്നു. 11:57-ന് JCB എത്തുന്നു. എന്നിട്ടാണ് ഈ JCB അകത്തോട്ട് കയറണം. അവിടെ ഒരു വസന്ത് പോയിട്ടുള്ളാണെങ്കിൽ അറിയുമല്ലോ, ഒരു 4 കെട്ടിൻ്റെ അകം പോലെ കിടക്കുന്ന ഒരു തുറസായ സ്ഥലമുണ്ട്. അതുവഴി കയറി പോകാൻ കഴിയില്ല. പിന്നെ വരാന്തയിൽ കൂടെ കയറ്റിക്കൊണ്ട് വേണം ഈ JCB വരാൻ. അതിന് തന്നെ 1.25 മണിക്കൂർ താമസിച്ചു. ആ 1.25 മണിക്കൂർ താമസം എന്നുള്ളത് എല്ലാവർക്കും വിസിബിളാണ്. ആ താമസം ഒരാൾക്കും ആ തുടക്കം മുതൽ ഒരു 11:20 മുതൽ ചാണ്ടിയുമ്മനുണ്ടല്ലോ, അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. അവസാനം ഒരു വലിയ ഉത്തരം സ്റ്റീലിൽ പണിതത്
അത് ഇതിൻ്റെ കൈക്ക് അടിച്ചിട്ട് മാറുന്നില്ല, പിന്നെ ശക്തിയായിട്ട് തട്ടി താഴെ ഇടേണ്ടി വന്നു. എന്നിട്ടാണ് JCB വരാന്തയിൽ കൂടെ കയറി ആ ബ്ലോക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനു മുമ്പ് ചെറിയ കട്ടറുകൾ വെച്ചാണ് ഇതെല്ലാം അറുത്ത് മാറ്റുന്നതും പിന്നെ കൈകൊണ്ടെടുക്കാവുന്ന അത്രത്തോളം മാറ്റി. അപ്പോഴും 2 പേരേ ഉള്ളൂ. ഈ പിന്നെ ബിന്ദു അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ഒരു സൂചന പോലും ആർക്കും എവിടെയും കിട്ടുന്നില്ല, പറയുന്നുമില്ല. അവസാനം വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ വന്ന് മാറ്റാൻ സാധിക്കുന്നത് ഇത് വന്നപ്പോഴാണ്, ഏതാ JCB വന്നപ്പോൾ. അതല്ലാതെ ആ സമയത്തൊന്നും രക്ഷാപ്രവർത്തനം നിർത്തി എന്നുള്ള അങ്ങേയറ്റത്തെ ക്രൂരതയാണ്, മനസാക്ഷിയില്ലായ്മയാണ്. ചാണ്ടിയമ്മൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളായിരുന്നു, ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവിടെ. ഇതാണ് പ്രശ്നം. JCB അവിടെ വരാതെ മാറ്റാൻ കഴിയില്ല, വന്നു മാറ്റി, അതാണല്ലോ സംഭവിച്ചത്. പുറത്തെടുക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ കാണുന്നതിന് പകരം ഈ രാഷ്ട്രീയ കൗശലം പ്രയോഗിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ സമർത്ഥമായി രാഷ്ട്രീയം പ്രയോഗിച്ചോളൂ, ഞാനതിനൊന്നും പിന്നെ ഈ എതിർപ്പ് പറയേണ്ട ആളല്ല. കാരണം പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്താണ്? ഭരണപക്ഷത്തിനെതിരായ രാഷ്ട്രീയം പറയുക എന്നുള്ളത് തന്നെയാണ്, അതൊന്നും തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് കൗശല രാഷ്ട്രീയമാവരുത്. വസ്തുതാപരമായി നിങ്ങളുടെ വിമർശനങ്ങൾ ഉന്നയിച്ചോളൂ. ഇപ്പോൾ വിമർശനങ്ങൾ പറഞ്ഞല്ലോ, ഈ ചർച്ചയിൽ തന്നെ വസ്തുതാപരമായി പറഞ്ഞോളൂ, അത് ഇനിയും പറയണം. പക്ഷെ അതിൽ ഇത്തരം കൗശലങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് ജയചന്ദ്രൻ അതല്ല ഇതിനകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊന്നും താങ്കൾ പറഞ്ഞതും VPP പറഞ്ഞതും ഒന്നും വസന്തിന് അറിയായികയല്ല. എന്താണ് അവിടെ നടന്നതെന്നുള്ള കൃത്യമായി തന്നെ വസന്തിന് അറിയാം. JCB എത്തിയ സമയത്തെക്കുറിച്ച് അറിയാം, അവിടെ ഉണ്ടായിരുന്ന ഈ മാർഗ്ഗ തടസ്സം ഉണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷേ വസന്തിനെയൊക്കെ ഭരിക്കുന്നത് പണ്ട് തിരുവഞ്ചൂർ അവരുടെ MLA പറഞ്ഞ പോലെ തന്നെ ഇനി ഓഖി വരും, നിപ്പ വരും, പ്രളയങ്ങൾ വരും, അത് കണക്ക് ഇനിയും ചില ആശുപത്രികൾ ഇടിഞ്ഞു വീഴേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. ആ ദുരന്തങ്ങളിൽ സാധ്യത കണ്ടെത്തുന്ന രാഷ്ട്രീയം അത് തന്നെ ആണ് എന്നാ എനിക്ക് പറയാൻ തോന്നുന്നു വസന്തേ. അല്ല, അങ്ങ് പറയുന്നത് പോലെ ഇതൊരു ദുരന്തമാണെന്ന് അംഗീകരിക്കാൻ ഇപ്പോഴും ഞാൻ തയ്യാറല്ല, കേരളത്തിന്റെ പൊതു മനസാക്ഷി തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ദുരന്തം കൂടിയുണ്ട് കേട്ടോ. 2025 ജനുവരി മാസം 10-ാം തീയതി കേരളത്തിന്റെ നിയമസഭയ്ക്ക് മുമ്പാകെ സിയാൻഡേജി വെച്ചൊരു റിപ്പോർട്ട്, അതും ഇനി ദുരന്തമാണെന്ന് പറയണം. എന്താണ് സിയാൻഡേജിയുടെ റിപ്പോർട്ട് പറയുന്നത്? സിയാൻഡേജിയുടെ റിപ്പോർട്ട് പറയുന്നത് കേരളത്തിലെ ആശുപത്രികളിൽ ഏതാണ്ട് വലിയ തോതിൽ കാലാവധി കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ വാങ്ങിക്കൂട്ടി വിതരണം ചെയ്തു എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് അസുഖമുണ്ടായിട്ടുണ്ട്, എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ട് എന്നതുകൂടി പരിശോധിക്കേണ്ടതായി വരും. അന്ന് അതും സിയാൻഡേജി എന്ന് പറയുന്ന വലിയ ദുരന്തമാണ് എന്നുകൂടി പറഞ്ഞ് പുതിയൊരു ക്യാപ്സ്യൂൾ സൃഷ്ടിക്കാം എന്നുള്ളതാണ്. അല്ല, വസന്ത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ ഇതുകൂടി കേട്ടപ്പോഴത്തേക്ക് മരുന്ന് കൊടുക്കുന്ന പ്രശ്നമാണ്, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കൊടുക്കുന്നു, കേരളത്തിലെ ആശുപത്രികളുടെ കെട്ടിടങ്ങളെല്ലാം കുഴപ്പമാണ്, ഡോക്ടർമാർ കുഴപ്പമാണ്, പ്രശ്നമാണല്ലോ വസന്ത് പറയുന്നതാണെങ്കിൽ ഈ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം തകർന്നു, അങ്ങനെ തന്നെയാണോ? എന്താ സംശയം? അതായത് സിയാൻഡേജിയുടെ റിപ്പോർട്ടാണ്, ഞങ്ങളാരും പറയുന്നതല്ല. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരുണ്യ ബെലവൻസ് ഫണ്ട് അത് വഴിയിൽ കടക്കുകയാണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, നിങ്ങളുടെ ഗവൺമെന്റ് ഓർഡറും സഭയ്ക്കുള്ളിലെ രേഖകളുമാണ്. അതുകൊണ്ട് തന്നെ അത് ഈ ചർച്ച കാണുന്ന ഏത് പ്രേക്ഷകനും നെറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അവർ പരിശോധിക്കട്ടെ. അവർക്ക് അരിയാഹാരം ഉണ്ടെന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അരിയാഹാരം ഉണ്ടെന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ 3 വസന്ത കാരുണ്യ ബെലവനന്റ് ഫണ്ടിനകത്തേക്ക് അല്ല വസന്ത ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞു പോകും. അതായത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആയുഷ്മാൻ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി വന്നിരുന്നു. ഏകദേശം 27 ലക്ഷം 70 വയസ്സ് കഴിഞ്ഞവരെ കൂടി അതിൻ്റെ ഭാഗം ഉൾപ്പെടുത്തി. 1 രൂപ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഭാഗം ഇതുവരെ തന്നിട്ടില്ല. അത് വസന്തിൻ്റെ ആ കണക്ക് പരിശോധന നടത്തി. വസന്ത് വലിയ തരത്തിലുള്ള ഈ റിസർച്ചൊക്കെ നടത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സിയാൻഡേജിയുടെ ഈ പുതിയ കണക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് എന്തായാലും വസന്ത് പറഞ്ഞത്. ഈ ഇത്തരത്തിലുള്ള കാരുണ്യ ബെനവലന്റ് ഫണ്ട് അവസാനിച്ചു അല്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നാളെ സമരത്തിന് ഇറങ്ങിയില്ല? കാരുണ്യവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നിങ്ങൾ സമരത്തിന് ഇറങ്ങിയില്ല? കാരുണ്യം കൃത്യമായി നടക്കുന്നുണ്ട് വസന്തയുടെ ശ്രീ VPP. ഒരുപക്ഷെ താങ്കളുടെ സർക്കാരിനെതിരെയാണ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മരുന്ന് കൊടുക്കുന്ന എല്ലാം പഴകിയ മരുന്നുകളാണ്, എത്ര പേർക്ക് രോഗം ബാധിച്ചു, വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വസന്ത് ഉന്നയിച്ചിട്ടുണ്ട് താങ്കളുടെ സർക്കാരിനെതിരെ VPP. ഞാൻ പറഞ്ഞത് വസന്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ട ആളല്ലേ. ഇങ്ങനെയൊക്കെ അവാസ്തവം പറഞ്ഞാൽ ആളുകൾ എങ്ങനെയാണ് ഈ വസന്തിനെ കുറിച്ചൊക്കെ കാണുക? ഇപ്പോ കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നുള്ള സ്കീം ഇത് കിട്ടാൻ ആളുകൾ ആശുപത്രിയിൽ പോകുന്നു, അപേക്ഷാ ഫോറം തയ്യാറാക്കുന്നു, അതത് ജില്ലാ ലോട്ടറി ഓഫീസിൽ എത്തിക്കുന്നു, ഓൺലൈനോ പിന്നെ നേരിട്ടോ, അവിടുന്ന് പണം അനുവദിച്ചു വരുന്നു. എല്ലാ ദിവസവും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ ദിവസവും എത്ര 100 കണക്കിന് രോഗികളാണ് ഈ സ്കീമിന്റെ ഉപയോഗം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം പോലും നേടിയില്ലേ? അങ്ങനെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാരുണ്യയുടെ പ്രവർത്തനം. അത് അനുഭവിക്കുന്ന ജനങ്ങൾ ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ജനങ്ങൾ എന്തുമാത്രം വിക്ഷുബ്ധമാകും, എന്തുമാത്രം പ്രക്ഷുബ്ധമാകും നമ്മുടെ നാട്. ഇനി ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്ന മരുന്നൊക്കെ മഹാമോശമാണ്.
എത്ര ആയിരക്കണക്കിന് ഗവൺമെന്റ് ആശുപത്രികൾ നീ മരുന്ന് ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ലക്ഷക്കണക്കിന് രോഗികളല്ലേ ഇത് വാങ്ങിക്കുന്നത്? കാലാവധിയൊക്കെ കഴിഞ്ഞ തീർത്തും മോശമായ മരുന്നാണ് ഈ ലക്ഷക്കണക്കിന് രോഗികൾക്ക് കൊടുത്തതെങ്കിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ മരുന്ന് കഴിച്ച് രോഗാതുരായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കണ്ടേ? അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലുണ്ടോ? ഇങ്ങനെ ഈ പൊട്ടക്കണ്ണം വർത്തമാനം പറയുന്നത് പോലെ മനോരമയെ വിശ്വസിച്ച് പറയരുത്. കാരണം മനോരമയിൽ ഇന്ന് ഒരു വാർത്തയിൽ ശ്രീ VPP-യിലേക്ക് തിരികെ വരിക. അല്ല ശ്രീ വസന്തിനോട് VPP പറഞ്ഞ് എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇത്തരത്തിൽ വലിയ തരത്തിൽ കാരുണ്യ ബെനവലന്റ് ഫണ്ട് അടക്കം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങൾ സമരത്തിൽ ഇറങ്ങി എന്നുള്ള ചോദ്യം അങ്ങനെയാണ് നിൽക്കട്ടെ. ഇവിടെ നേരത്തെ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ പ്രശ്നത്തിലേക്ക് തന്നെ എനിക്ക് ചർച്ച തിരിച്ചുകൊണ്ട് വരേണ്ടതെന്ന് തോന്നുന്നു. ഇവിടെ കേരളത്തിലെ ഭൂരിപക്ഷം ജനതയും LDF സർക്കാരും കേരളത്തിലെ CPM അടക്കം ഈ പൊതുജനാരോഗ്യ സംവിധാനം അങ്ങനെ തന്നെ നിലനിൽക്കണം, ഒരു സ്വകാര്യ ലോബിയുടെയും മുന്നിലേക്ക് പാവങ്ങളെ പിഴിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കരുത്, ഹൃദയ ശസ്ത്രക്രിയ അടക്കം, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം 40-60 ലക്ഷം ചെലവ് വരുന്നത് ജനങ്ങൾക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യ സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വസന്ത് അതാണ് ഇപ്പോൾ പറഞ്ഞത്. മരുന്ന് ശരിയല്ല, പഴകിയ മരുന്ന് കൊടുക്കുന്നു, കെട്ടിടങ്ങൾ ശരിയല്ല, ഡോക്ടർമാർ ശരിയല്ല എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണ് ഈ തെരുവിലിറങ്ങിയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഇന്ന് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന വസന്ത് പറയുന്നത് പോലും ഈ സ്വകാര്യ ലോബിക്ക് വേണ്ടി കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ തീരെഴുതാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. വസന്തേ, അച്ചാരം പറ്റുന്നത് ആരാണെന്ന് സ്വയം ഒരു കണ്ണാടി എടുത്തു നോക്കിയാൽ അങ്ങേക്കും അങ്ങയുടെ ഗവൺമെന്റിന് മനസ്സിലാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കണ്ണാടിയിലേക്ക് നോക്കിയാൽ മതി. സ്വകാര്യ ലോബിയുടെ അച്ചാരം വാങ്ങി കേരളത്തിന്റെ പൊതു ജനാരോഗ്യ കേന്ദ്രത്തെ, സംവിധാനത്തെ തച്ചു തകർക്കുന്നത് നിങ്ങളുടെ ഗവൺമെന്റാണ്. ശ്രീ സിജു, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് മുഴുവനാണ് അഖിലാണ്ട ലോകം എന്ന് അങ്ങ് ചിന്തിക്കേണ്ട. അങ്ങ് പറഞ്ഞ എന്താണ്? കാരുണ്യ ബലവനസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താ സമരം ചെയ്തത്? ഞങ്ങൾ എത്രയോ തവണ സമരം ചെയ്തു. കേരളത്തിന്റെ നിയമസഭയുടെ അടിയന്തര പ്രമേയം വന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. ഇനി സിയാൻഡേജിയുടെ റിപ്പോർട്ട് ഞാൻ ഉദ്ധരിക്കുമ്പോൾ അത് പ്രശ്നമുണ്ടെങ്കിൽ അങ്ങ് സിയാൻഡേജിക്കെതിരെ കേസ് കൊടുക്ക്, എനിക്കെതിരെ എന്റെ കൂടെ CC വെച്ചേക്ക്, നമുക്ക് നോക്കാം. അപ്പോ സിയാൻഡേജിയുടെ റിപ്പോർട്ട്, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ഞാൻ ഉദ്ധരിക്കുമ്പോൾ, ഞാൻ അല്ലെങ്കിൽ നിയമസഭാ രേഖ ഉദ്ധരിക്കുമ്പോൾ അത് മുഴുവൻ മടയത്തരമാണ് എന്ന് പറഞ്ഞ് 3 പേർ ചേർന്ന് ഒരുമിച്ച് ആ കല്ല് മുഴുവൻ കൊള്ളുന്നവന്റെ നെറ്റി കീറും, എന്നിട്ട് അവൻ മിണ്ടാതിരിക്കുമെന്ന് ചിന്തിക്കുന്നത് മടയത്തരമാണ്. പറയേണ്ടത് അല്ല. വസന്ത് പറഞ്ഞല്ലോ കാരുണ്യ ബെനവലന്റ് ഫണ്ടിന്റെ പേര് സമരം നടത്തിയെന്ന്. എന്നിട്ട് വഴിക്ക് വെച്ച് നിങ്ങൾ ഈ സമരം വിട്ടിട്ട് പോയെങ്കിൽ നിങ്ങൾ അവിടെയും ഗിമ്മിക്ക് കാണിച്ചു. ആ കാരുണ്യ പദ്ധതിക്കുമായി ഉപഭോക്താക്കളെ പറ്റിക്കുന്ന വഴിയല്ലേ നിങ്ങൾ ചെയ്ത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താൽക്കാലികമായ ഈ സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ ചില പരിപാടികൾ, ചില ഗിമ്മിക്കുകൾ ഇറക്കും. കാരണം ഇത് വലിയ കൂടുതലെടുത്തു. കാരണമേ വസന്ത്, നിങ്ങളുടെ നേതാവേ KC വേണുഗോപാൽ എന്ന് പറഞ്ഞതാണല്ലോ കൈക്കൂലിയാണെന്നുള്ളത്. ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേര് കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് പറഞ്ഞതാണല്ലോ. കുഴപ്പമില്ല, പറയാം വസന്ത്, നിങ്ങൾക്ക് പറയാം. ഏറ്റവും കുറവ് സമയം കിട്ടിയ ഒരാളാണ് ഞാൻ. അതിന് ഉത്തരം എനിക്ക് പറഞ്ഞാൽ മതിയാവും. അങ്ങ് എന്നെ അടക്കം വ്യക്തിപരമായി സ്വകാര്യ മരുന്ന് ലോബിയുടെ ആള് എന്ന് ആക്രോശിക്കുമ്പോൾ, ആരോപിക്കുമ്പോൾ അങ്ങയുടെ കയ്യിൽ കണികയ്ക്കൊരു തെളിവെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ സ്വകാര്യ മരുന്ന് ലോബികളുടെ കയ്യിൽ നിന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് മേടിച്ച് സാധാരണക്കാരന് വിതരണം ചെയ്തു നിങ്ങളും നിങ്ങളുടെ ഗവൺമെന്റും എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ കയ്യിലുള്ള തെളിവ് വസന്ത് അല്ല ഇത് എനിക്കെതിരല്ല, എന്തായാലും എനിക്കെതിരല്ല, അത് VPP-ക്കെതിരെയാണ്. VPP ആണ് CPM-ന്റെ പറഞ്ഞ സർക്കാർ. VPP നിങ്ങളുടെ സർക്കാരിനെതിരാണ് പറയുന്നത്. നിങ്ങൾ വീണ്ടും ആരോപിക്കുകയാണ്. വീണ്ടും വസന്ത് പറയുകയാണ് നിങ്ങൾ പഴകിയ ദ്രവിച്ച മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മറുപടി പറയാം VPP. അല്ല, ഞാനാ പറഞ്ഞ അങ്ങനെ നിൽക്കണ്ട്. നിങ്ങൾ എനിക്ക് എന്റെ തോന്നലാണ് പറഞ്ഞത് സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണെന്ന്. പക്ഷെ ഈ പറഞ്ഞതിന് VPP മറുപടി പറയും. ഉത്തരമില്ലെങ്കിൽ കൊഞ്ഞനം കുത്തി. അല്ല, ഞാൻ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. സ്വകാര്യ ലോബിക്ക് വേണ്ടി തന്നെയാണെന്നുള്ള എന്റെ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുക. പക്ഷെ മറ്റതിന് മറുപടി വരേണ്ടത് സിയാൻഡേജി സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയുടെ റിപ്പോർട്ട് അദ്ദേഹം പറയും. അദ്ദേഹം പറയട്ടെ. VPP സിയാൻഡേജിയുടെ റിപ്പോർട്ടാണ് ഇപ്പൊ അദ്ദേഹം വേദവാക്യമാക്കുന്നത്. അദ്ദേഹം നിയമസഭാ രേഖകളെയും ഉദ്ധരിക്കുന്നു. ആ നിയമസഭാ വേദികളിൽ എത്രയോ തവണ മോഡി ഭരണകാലത്ത് എങ്ങനെയാണ് സിയാൻഡേജിയുടെ റിപ്പോർട്ടുകൾ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്, അതിന് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പല പരാമർശങ്ങളും വരുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പലതവണ ഈ സിയാൻഡേജി റിപ്പോർട്ടുകളുടെ രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ കുറിച്ചിട്ട് വിമർശിച്ചിട്ടുള്ളതല്ലേ? എന്ത് നിയമസഭാ രേഖകളിൽ
മുഖ്യമന്ത്രി തന്നെ സിയാൻഡേജി റിപ്പോർട്ടിനെ കുറിച്ച് ഉയർത്തിയ ഈ വിമർശനം വസന്ത് കാണാതെ പോകുന്നു. വസന്തിനെന്തേ ഒരു സെലക്റ്റീവ് അംനേഷ്യ പിടികൂടുന്നത്? എല്ലാ നിയമസഭാ രേഖകളും കാണും, അതെല്ലാം ഒരുപോലെ താങ്കൾ ഉദ്ധരിക്കൂ. അപ്പൊ അവിടെ വസ്തുതകൾ മനസ്സിലാവും നിങ്ങൾക്ക്. അവിടെ ഇത് സിയാൻഡേജി റിപ്പോർട്ട് എന്ന് താങ്കൾ പറയുന്നത് ഫൈനലും അല്ല, അതിന്റെ മേലെ ഗവൺമെന്റ് കൊടുക്കുന്ന വിശദീകരണങ്ങളുണ്ട്. അത് അവര് എങ്ങനെയാണ് കക്ഷി രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇപ്പോ കേന്ദ്രത്തിന്റെ ഏജൻസികൾ ചെയ്യുന്നത്. ഇപ്പോ രാഹുൽ ഗാന്ധിയും അതുപോലെ സോണിയാഗാന്ധിയും കൂടി 2000 കോടി രൂപയുടെ സ്വത്ത് തട്ടിയെടുത്തു. ഇഡിയുടെ റിപ്പോർട്ടാ. വലിയ അന്വേഷണ ഏജൻസി അല്ലേ ഇഡി? വസന്ത്, നിങ്ങൾക്ക് ഈ സിയാൻഡേജിയെ പോലെ തന്നെ നിങ്ങൾ കേരളത്തിൽ ഞങ്ങൾക്കെതിരെ വലിയ നിലയിൽ പൂവിട്ട് പൂജിക്കുന്ന സ്ഥാപനമല്ല സിയാൻഡേജി. അവര് പറയുക ഇഡി പറയുകയാണ് 2000 കോടി രൂപയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പൊതു സ്വത്ത് അടിച്ചെടുത്ത് സ്വകാര്യ സ്വത്താക്കിയത്. കുറ്റപത്രം കോടതിയിൽ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു രേഖ വെച്ചിട്ട് അതാണ് വേദവാക്യം എന്ന് പറയല്ലേ. നാട്ടിലെ ജനങ്ങളുടെ അനുഭവം പറ. തീർച്ചയായും ആ അനുഭവം, ആ ജനങ്ങളുടെ അനുഭവം, അത് നേരത്തെ ശ്രീ VPP നേരത്തെ പറഞ്ഞ വസന്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് മുഖം കണ്ണാടി നോക്കൂ. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു കണ്ണാടി ജനങ്ങളാണല്ലോ പ്രതികരിക്കുന്നത്. ശ്രീ MJ ചന്ദ്രൻ, ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ചെറുതായി മാത്രം പരാമർശിച്ചു പോയൊരു കാര്യമാണ് ഈ കനകോലു തന്ത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചർച്ചയിൽ, കഴിഞ്ഞ ദിവസം കൈരളി സംഘടിപ്പിച്ച ചർച്ചയിൽ കോൺഗ്രസിൻ്റെ സഹയാത്രികൻ പന്തളം രാജേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് നിപ ബാധിച്ചവരെല്ലാം മരിച്ചു കേരളത്തിലെന്ന് പറഞ്ഞ് കണക്ക് സഹിതം പിന്നീട് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. 33% മാത്രമാണ്. അതായത് ലോകത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞ് 70% മുകളിലാണ് നിപ ബാധിച്ചവരുടെ മരണനിരക്ക്. കേരളത്തിൽ അത് 33% പിടിച്ച് നിർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ നിപയുമായി ബന്ധപ്പെട്ട ഒരാശങ്ക നമുക്കിടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ എന്ന തരത്തിലേക്ക് പറയുകയും ചെയ്തു. ഇതിൽ വെറുതെ നമ്മളങ്ങ് പറഞ്ഞു പോകേണ്ടതല്ല ഈ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വസന്ത് അറിയാതെ പറയുന്നതല്ല. വസന്തും അതോടൊപ്പം തന്നെ വസന്തിൻ്റെ നേതാക്കളടക്കം ഈ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നടത്തുന്ന പ്രസ്താവനകൾ കരുതിക്കൂട്ടി തന്നെയാണ്, ഈ വഴികളിൽ ഇറങ്ങുന്ന അക്രമം നടത്തുന്നത് കരുതിക്കൂട്ടി തന്നെയാണ്. ഒരു കനകോലു തന്ത്രമുണ്ടോ? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ചയോട് അവസാനിപ്പിക്കാം. അല്ല, അതിൽ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല സിജു. ആ ഒരു തന്ത്രം കനകോലു അവരുടെ പ്രധാനപ്പെട്ട ഒരു ടൂളാണല്ലോ. ആ ടൂളിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം വളരെ വൃത്തിയായിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് പോരുന്നുണ്ട്. ഗീബിൾസ് മരിച്ചിട്ടൊന്നുമില്ല. കനകോലു ആണ് ഇപ്പോഴെങ്കിൽ, നേരത്തെ പ്രശാന്ത് കിഷോറായിരുന്നു. നാളെ കനകോലു മാറിയിട്ട് വേറൊരു ആളിൻ്റെ പേര് വരാം. അപ്പോഴും ഗീബിൾസിൻ്റെ അവതാരങ്ങൾ തന്നെയാണത്. ഗീബിൾസിൻ്റെ തന്ത്രം അറിയാമല്ലോ, ഒരു കള്ളം 100 തവണ ആവർത്തിക്കുക, അത് സത്യമായി തീരും. അതാണ് പിന്നെ അടിസ്ഥാന ലൈൻ അതാണ്. അപ്പോൾ അങ്ങനെ ഓരോ കള്ളങ്ങളും 100 തവണ വീതം ആവർത്തിച്ച് സത്യമാക്കി തീർക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ എക്സ്പെരിമെൻ്റൽ ടൈമാണ് ഇപ്പോൾ കാണുന്നത്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു എവിടെയാണ് അതിൻ്റെ ഒരു ഈ അടുത്ത ഫേസ് വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായിരിക്കും. പിന്നീട് ഫൈനൽ ഫേസ് വരുന്നത് അസംബ്ലിക്കുമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള തന്ത്രങ്ങളാണ് തുടർന്നും പുറത്തിറക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അതിൽ തർക്കവുമില്ല. അത് തന്നെയാണ് കോൺഗ്രസിന്റെ UDFന്റെ മൊത്തത്തിലുള്ള ഒരു ടാക്ടിക്. ശരി, ശ്രീ MJ ചന്ദ്രൻ, ഏതായാലും സമയപരിമിതി കൊണ്ട് ചർച്ചയുടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. വളരെ നന്ദി ശ്രീ VPP മുസ്തഫ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് വസന്ത് സിറേഖ്. ഏതായാലും കനകോലു അവതരിപ്പിക്കുന്ന കണക്കുകളായാലും തന്ത്രങ്ങളായാലും അതിനുമുപരിയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത് പൊതുജനാരോഗ്യ സംവിധാനം. അത് നിലനിർത്താൻ, അത് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിനു കൂടി ബാധ്യതയുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയുടെ അവസാനിപ്പിക്കാം.